ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അക്കൗണ്ടിംഗ് മാസ്റ്റർ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ടാലി പ്രൈമിൽ സർവീസ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് ഏപ്രിൽ മാസത്തെ ട്രാൻസാക്ഷൻ, അതായത് ഏപ്രിൽ 2024 ഇഷാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ആരംഭിച്ച ഒരു കൺസൾട്ടൻസി സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകൾ നമ്മൾ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. നമ്മൾ ടാലി പ്രൈമുമായി ബന്ധപ്പെട്ട് 3 കോഴ്സുകളാണ് ചെയ്യുന്നത്. ഒരു സർവീസ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു വർഷത്തെ എല്ലാ ട്രാൻസാക്ഷൻസും, എല്ലാ ഇടപാടുകളും നമ്മൾ ചെയ്ത് പഠിക്കും. രണ്ടാമത്തെ കോഴ്സ് എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകൾ ടാക്സ് ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇയർലി ട്രാൻസാക്ഷൻസ് ഓരോ മാസത്തെയും നമ്മൾ സെപ്പറേറ്റ് പഠിക്കും. അതോടൊപ്പം തന്നെ ഒരു മാനുഫാക്ചറിംഗ് കമ്പനിയുടെ ഇയർലി ട്രാൻസാക്ഷൻസ് ഇല്ലേ, അവിടെ GST ഉൾപ്പെടെയുള്ള ടാക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പഠിക്കും. അപ്പോൾ അത്തരത്തിൽ 3 കോഴ്സുകളാണ് ടാലി പ്രൈമുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഈ ചാനൽ അവൈലബിൾ ആയിട്ടുള്ളത്. സർവീസ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു വർഷത്തെ ട്രാൻസാക്ഷൻസ്, അതിൽ ഏപ്രിൽ മാസത്തെ ഇടപാടുകളാണ് നമ്മൾ ഇന്ന് ടാലി പ്രൈമിൽ എൻ്റർ ചെയ്ത് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ ഈ ടാലി പ്രൈമിൽ എൻ്റർ ചെയ്ത് പഠിക്കുക എന്ന് വെച്ചാൽ ബേസിക് അക്കൗണ്ടിങ് നമുക്കൊരു നോളജ് ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്, സോഫ്റ്റ്വെയർ കൈകാര്യം ചെയ്യുന്നതിന് മുമ്പ്. ഈ കോഴ്സുമായി ബന്ധപ്പെട്ട് ബേസിക് മുതൽ ഫൈനലൈസേഷൻ വരെയുള്ള ലെസൺ 1 മുതൽ 20 വരെയുള്ള പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അക്കൗണ്ടിങ് നല്ല അറിവുണ്ടായിരിക്കും എന്നുള്ളത് ഒരു സംശയമില്ല. അവിടെ നിങ്ങൾക്ക് പാഠങ്ങൾ മാത്രമല്ല, ആ പാഠങ്ങൾ എത്രത്തോളം മനസ്സിലായി അറിയുന്നതിന് വേണ്ടിയുള്ള ഒരു 14 ടാസ്കുകളും അവൈലബിൾ ആണ് അല്ലേ. അത്തരത്തിൽ ആ ടാസ്കുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അക്കൗണ്ടിങ്ങിൽ ബേസിക് മുതൽ ഫൈനലൈസേഷൻ വരെയുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ നിങ്ങൾ മനസ്സിലാക്കി കാണും എന്ന് ഞാൻ കരുതുന്നു. ഓരോ മാസവും സെപ്പറേറ്റ് ആയിട്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. കാരണം ഒരു മാസത്തെ ട്രാൻസാക്ഷൻസ് 15-20 ഉണ്ടായിരിക്കും. ഇപ്പൊ ഏപ്രിൽ മാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ ബിസിനസ് ആരംഭിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അക്കൗണ്ടിങ് ഇയർ ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പൊ ജനുവരി 1 മുതൽ 31 ഡിസംബർ വരെയാണ് അക്കൗണ്ടിങ് പീരീഡ്. GCC രാജ്യങ്ങളിലും അതുപോലെ യൂറോപ്യൻ കൺട്രീസിലേക്ക് അവർ ഫോളോ ചെയ്യുന്ന രീതി. പക്ഷെ നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ ഏപ്രിൽ 1 മുതൽ 31 മാർച്ച് വരെയാണ് അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഇന്ത്യയിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഒരു പീരീഡ് ഫോളോ ചെയ്ത് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ്. ഇവിടെ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന വ്യക്തി എന്ന് വെച്ചാൽ ഇഷാൻ എന്നാണ് പേര്. അപ്പൊ ഇഷാന് ഒരു 8 ലക്ഷം രൂപ കയ്യിൽ കിട്ടി എന്ന് കരുതുക. അപ്പൊ അത്തരത്തിൽ 8 ലക്ഷം രൂപ കിട്ടിയപ്പോൾ ഇഷാൻ സ്വാഭാവികമായും ചിന്തിച്ചത് അവിടെ ട്രേഡിംഗ് കമ്പനി തുടങ്ങണോ. ട്രേഡിംഗ് കമ്പനി എന്ന് വെച്ചാൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും വീണ്ടും ആവർത്തിക്കുന്നില്ല. ഒരുപാട് ലാഗായി കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് ഒരുപാടായി പോവും. അത് നമുക്ക് കുറച്ച് ബോറായിട്ട് തോന്നും. കാരണം കൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു പോവുകയാണ്. ഞാൻ ഈ പറയുന്ന അക്കൗണ്ടിങ് ടേംസും കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി തന്നെ നമ്മൾ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കോഴ്സിൽ അവൈലബിൾ ആണ്. അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും പോയി കണ്ട് മനസ്സിലാക്കുക. ആദ്യം നമ്മൾ അക്കൗണ്ടിങ് നല്ലൊരു ധാരണ ഉണ്ടാക്കിയ ശേഷം മാത്രം ഈ ടാലി പ്രൈമുമായിട്ടുള്ള ഈ 3 കോഴ്സുകളും നിങ്ങൾ കാണുവാനും മനസ്സിലാക്കുവാനും ശ്രമിക്കുക. അപ്പോൾ അവിടെ നമ്മൾ ട്രേഡിംഗ് കമ്പനി എന്ന് വെച്ചാൽ നമ്മൾ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നു, കൂടിയ വിലയ്ക്ക് കൊടുക്കുന്നു, അവിടെ കിട്ടുന്ന മാർജിൻ, അതാണ് നമ്മുടെ ലാഭം എന്ന് പറയുന്നത് അല്ലേ. മാനുഫാക്ചറിങ് കമ്പനിയെ സംബന്ധിച്ച് നമ്മൾ റാ മെറ്റീരിയൽ വാങ്ങിക്കൊണ്ട് വന്നു, അത് പ്രോഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തു, പ്രോഡക്റ്റ് ആക്കി മാറ്റി അത് നമ്മൾ വിറ്റു, അവിടെ ലാഭം എടുക്കുന്നതിനാണ് മാനുഫാക്ചറിങ് ബിസിനസ് എന്ന് പറയുന്നത്. പക്ഷേ സർവീസ് ഓർഗനൈസേഷനെ സംബന്ധിച്ച് അവിടെ നമുക്ക് പ്രോഡക്റ്റ് ഒന്നും ഇല്ല, അവിടെ നമ്മൾ ചെയ്യുന്ന സർവീസിന് നമുക്ക് കിട്ടുന്ന പൈസ. അപ്പോൾ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് രോഗികൾ വരുമ്പോൾ കൊടുക്കുന്ന പൈസയാണ്. ആ പൈസ കളക്ട് ചെയ്തിട്ടാണ് അവർ ഡോക്ടർമാർക്ക് സാലറി കൊടുക്കുന്നതും അവിടെയുള്ള ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നത്. ഒരു സ്കൂളിനെ സംബന്ധിച്ച് കുട്ടികൾ കൊടുക്കുന്ന ഫീസും കാര്യങ്ങളുമാണ് ടീച്ചേഴ്സിന്റെ സാലറിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ അവരെ സഹായിക്കുന്നത്. ഒരു സർവീസ് ഓർഗനൈസേഷൻ തുടങ്ങണോ, ഒരു ട്രേഡിംഗ് കമ്പനി തുടങ്ങണോ, ഒരു മാനുഫാക്ചറിംഗ് കമ്പനി തുടങ്ങണോ എന്നുള്ള കൺഫ്യൂഷനിൽ ഇഷാൻ എന്ന വ്യക്തി 8 ലക്ഷം രൂപ കയ്യിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ട്രേഡിംഗ് ആയാലും മാനുഫാക്ചറിംഗ് ആയാലും കുറച്ചുകൂടെ മുതൽ മുടക്കേണ്ട കാര്യമുണ്ടാവും, ഒരുപാട് പൈസ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും എന്ന ധാരണ കൊണ്ട് തന്നെ ചെറിയ മുതൽ മുടക്കുള്ള മാക് കൺസൾട്ടൻസി സർവീസസ് എന്നൊരു സ്ഥാപനം തുടങ്ങാൻ ഇഷാൻ തീരുമാനിച്ചു. ഈ കൺസൾട്ടൻസി സർവീസ് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളിപ്പോൾ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് ഒരു കൺസൾട്ടൻസി തുടങ്ങുകയാണെങ്കിൽ അവിടെ നമ്മുടെ പക്കൽ ഒരുപാട് പ്രോപ്പർട്ടീസ് നമ്മൾ ആഡ് ഓൺ ചെയ്യും നമ്മുടെ ബിസിനസ്സിലേക്ക്. നമ്മുടെ കയ്യിൽ ഒരുപാട് പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് ഉണ്ടാവും. അപ്പോൾ ഒരു വ്യക്തി ഒരു പ്രോപ്പർട്ടി അന്വേഷിച്ച് വരുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ആ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് അവരുമായി ഷെയർ ചെയ്യും. എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ, ആ ഏരിയയുടെ സ്വഭാവം, ആ പ്രോപ്പർട്ടി വാങ്ങുകയാണെങ്കിൽ അവർക്ക് ഫ്യൂച്ചർ ഉണ്ടാകുന്ന ബെനിഫിറ്റ്, ഇത്തരത്തിലൊരു സ്റ്റഡിയൊക്കെ നടത്തി അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ശരിയായ രീതിയിൽ അവരെ ലീഡ് ചെയ്തുകൊണ്ട് അവരിൽ നിന്ന് കിട്ടുന്ന പേയ്മെന്റ്. അപ്പൊ അത്തരത്തിൽ അവരിൽ നിന്ന് പേയ്മെന്റ് നമ്മൾ കൺസൾട്ടൻസി ഫീസായി വാങ്ങിക്കഴിഞ്ഞാൽ അതാണ് നമ്മുടെ റവന്യൂ എന്ന് പറയുന്നത്, വരുമാനം എന്ന് പറയുന്നത്. പല സെക്ടറിലും കൺസൾട്ടൻസി സർവീസുകൾ അവൈലബിൾ ആണ്. അപ്പൊ നമ്മുടെ വാഹന വിപണിയുമായി ബന്ധപ്പെട്ട് കൺസൾട്ടൻസി സർവീസുകൾ ഒരുപാടുണ്ട്. അതുപോലെ നമ്മുടെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ
ഒരുപാട് കൺസൾട്ടൻസി സർവീസ് നമുക്ക് കാണാം. വിദേശത്തൊക്കെ കൊണ്ടുപോയി കുട്ടികളെ പഠിപ്പിക്കുക, അവർക്ക് ജോലി വാങ്ങിക്കൊടുക്കുക, അവരെന്താണ് പ്രോപ്പറായിട്ട് അവരെ ഗൈഡ് ചെയ്യുക, കരിയർ ഗൈഡൻസ് നൽകുക. ഇത്തരത്തിൽ ഒരുപാട് എന്താണ് കൺസൾട്ടൻസി സർവീസുകൾ ഇന്ന് അവൈലബിൾ ആണ്. നമ്മൾ ഇഷാൻ വിചാരിച്ചു അത്തരത്തിൽ ഒരു സർവീസ് ഓർഗനൈസേഷൻ എന്താണ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇഷാൻ വിചാരിച്ചത് ഒറ്റയ്ക്ക് തന്നെ തുടങ്ങാമെന്ന്. കാരണം എന്താണ്, ഒറ്റയ്ക്കാവുമ്പോൾ ലാഭം കിട്ടിക്കഴിഞ്ഞാൽ മൊത്തം പൈസയും നമ്മുടെ പോക്കറ്റ് വെക്കാം. പാർട്ണർഷിപ്പ് തുടങ്ങി കഴിഞ്ഞാലുള്ള കുഴപ്പം, ലാഭമാണെങ്കിൽ എന്താണ് അത് ഈക്വലായിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഏതാണോ ടേംസ് അതനുസരിച്ച് നമ്മൾ എന്താണ് ഡിവൈഡ് ചെയ്യണം. നഷ്ടമാണെങ്കിൽ രണ്ട് കൂട്ടരും സഹിക്കുകയാണ്. അതാണ് പാർട്ണർഷിപ്പ് ബിസിനസ് എന്ന് പറഞ്ഞാൽ. ഇതിപ്പം സ്വന്തമായിട്ട് നമ്മൾ ആരെയും കൂട്ടാതെ ചെയ്യുകയാണെങ്കിൽ നഷ്ടമാണെങ്കിൽ നമ്മൾ സഹിക്കുക, ലാഭമാണെങ്കിൽ എല്ലാം നമ്മുടെ പോക്കറ്റ് വെക്കാൻ സാധിക്കുമെന്നുള്ള അഡ്വാൻറ്റേജ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇഷാൻ അവിടെ സ്വന്തമായിട്ട് തന്നെ ഒരു കൺസൾട്ടൻസി സർവീസ് തുടങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ 8 ലക്ഷം രൂപ കയ്യിലുള്ള ഇഷാൻ ആരംഭിച്ച സ്ഥാപനം എന്ന് പറഞ്ഞാൽ IT കമ്പനികൾക്ക് കൺസൾട്ടൻസി സർവീസ് നൽകുന്ന എന്താണ് ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിന്റെ പേരെന്ന് പറഞ്ഞാൽ മാക് കൺസൾട്ടൻസി സർവീസസ് എന്നുള്ളതാണ്. ബിസിനസ്സിൽ എന്താണ് പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ആയ ടാലി പ്രൈമിൽ എല്ലാ കാര്യങ്ങളും എൻ്റർ ചെയ്ത് പോവുക എന്നുള്ളത് ഇഷാനെ സംബന്ധിച്ച് വളരെ നിർബന്ധമുള്ള ഒരു കാര്യമാണ്. അക്കാരണം കൊണ്ട് തന്നെ എല്ലാ ഇടപാടുകളും ഇവിടെ രേഖപ്പെടുത്തിയാണ് ആ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഏപ്രിൽ 1 നമ്മൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് ട്രാൻസാക്ഷൻ അവിടെ നടക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ ഇഷാൻ ബിസിനസ്സിലേക്ക് 8 ലക്ഷം രൂപ കൊണ്ടുവരികയാണ് അല്ലെ. ഇഷാനാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ഏപ്രിൽ 1, 2024 മിസ്റ്റർ ഇഷാൻ സ്റ്റാർട്ടഡ് എ ബിസിനസ്. അതിന്റെ പേരെന്ന് പറഞ്ഞാൽ മാക് കൺസൾട്ടൻസി സർവീസസ് വിത്ത് ക്യാഷ് ₹8 lakhs എന്നുള്ളതാണ്. അപ്പോൾ ഓരോ ട്രാൻസാക്ഷനും 2 കാര്യങ്ങളുണ്ടാവും. ഡബിൾ എൻട്രി സിസ്റ്റം അനുസരിച്ച് എന്റെ ചാനലിലോ അല്ലെങ്കിൽ മറ്റെവിടെന്നെങ്കിലും അക്കൗണ്ടിങ് പഠിച്ചിട്ടുള്ള നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാൻ പറ്റും ഈ ഇടപാടിൽ 2 അക്കൗണ്ടുകൾ ഏതൊക്കെയാണെന്നുള്ളത്. ഒന്ന്, ഇഷാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷാൻ ബിസിനസ്സിൽ ക്യാഷ് കൊണ്ടുവരുമ്പോൾ, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുമ്പോൾ അത് ഇഷാനെ സംബന്ധിച്ച് എന്താണ് ക്യാപിറ്റലാണ്, മൂലധനമാണ് അല്ലേ. ഇഷാൻ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ഒരു സ്ഥാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക് കൺസൾട്ടൻസി സർവീസ് എന്ന് പറഞ്ഞാൽ ഒരു എൻറ്റിറ്റി ആയിട്ടാണ് നമ്മൾ ബിസിനസ്സിൽ ട്രീറ്റ് ചെയ്യുന്നത്. ഇഷാന്റെ പൈസ കയ്യിൽ വാങ്ങി വെക്കുക എന്നുള്ളത് ആ സ്ഥാപനത്തിനെ സംബന്ധിച്ചൊരു ലയബിലിറ്റിയാണ്. കാരണം ഏത് നിമിഷവും ആ പൈസ ഇഷാൻ ബിസിനസ്സിൽ നിന്നും എന്താണ് വിഡ്രോ ചെയ്യും. അപ്പൊ നമ്മൾ പാർട്ണർഷിപ്പ് ആണെങ്കിൽ ഇപ്പൊ 8 ലക്ഷം രൂപ ഇഷാനും 8 ലക്ഷം രൂപ വേറൊരു വ്യക്തിയും എന്താണ് ബിസിനസ്സിൽ കൊണ്ടുവരുന്നത്. അങ്ങനെ ടോട്ടൽ 16 ലക്ഷം രൂപ. ഒരു 5-6 മാസത്തിന് ശേഷം ആ വ്യക്തിക്ക് ഇഷാനോട് പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറയുന്നു. ആ സമയത്ത് നമ്മൾ ബിസിനസ്സിനെ സംബന്ധിച്ച് മാക് കൺസൾട്ടൻസി സർവീസസിനെ സംബന്ധിച്ച് ആ പൈസ തിരിച്ചു കൊടുക്കുക എന്നുള്ളൊരു ബാധ്യതയുണ്ട് അല്ലേ. കാരണം എന്താണ്, അയാൾക്ക് ബിസിനസ് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ആ ബിസിനസിനെ സംബന്ധിച്ച ഒരു ബാധ്യതയാണ്, ലൈബിലിറ്റിയാണ്. അതുകൊണ്ട് തന്നെയാണ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസിനെ സംബന്ധിച്ച് നമ്മൾ ലൈബിലിറ്റി എന്ന് പറയണം. അപ്പൊ ഇവിടെ എന്താണ്, ഇഷാന്റെ ക്യാപിറ്റലും ഒരു അക്കൗണ്ട് കാണാം, അതുപോലെ തന്നെ ക്യാഷ് എന്നുള്ള അക്കൗണ്ട് കാണാം. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കോഴ്സിൽ പറയുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾ അത് കണ്ട് മനസ്സിലാക്കുക, നന്നായി പഠിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ഏത് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടോ അക്കൗണ്ടിങ് നമുക്ക് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ 2 അക്കൗണ്ട് ഞാൻ പറഞ്ഞു. ഒന്ന് ഇഷാന്റെ ക്യാപിറ്റൽ ഉണ്ട്, 2 ക്യാഷ് എന്ന അക്കൗണ്ട് ഉണ്ട് അല്ലെ. ഇഷാന്റെ ക്യാപിറ്റൽ ലൈബിലിറ്റി ആണ്. എന്തുകൊണ്ടാണ് ലൈബിലിറ്റി ആയെന്നാണ് ഞാനിവിടെ പറഞ്ഞത്. അതുപോലെ തന്നെ ക്യാഷ് എന്ന് പറഞ്ഞാൽ അസറ്റ് അക്കൗണ്ട് ആണ് അല്ലേ. ബിസിനസ്സിൽ അസറ്റ് വരികയാണെങ്കിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്, റിയൽ അക്കൗണ്ടിന്റെ റൂൾ അനുസരിച്ചുകൊണ്ട്. അതുപോലെ തന്നെ ഇഷാന്റെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ബിസിനസ് സംബന്ധിച്ച് ലൈബിലിറ്റി ആണ്. ലൈബിലിറ്റിക്ക് എപ്പോഴും എന്താണ് ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ലൈബിലിറ്റി ബിസിനസ്സിൽ കൂട്ടി കാണിക്കുന്നതിന് വേണ്ടി നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഇടപാട് നോക്കുകയാണെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ഇഷാൻസ് ക്യാപിറ്റൽ എന്നുള്ളതാണ് അല്ലേ. ഇവിടെ ക്യാഷ് നമ്മൾ ഡെബിറ്റ് ചെയ്തു. കാരണം അതെന്താണ് അസറ്റ് ആയതുകൊണ്ട്. അസറ്റ് ബിസിനസ്സിലേക്ക് വരുന്നുവെങ്കിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യുക, ഡെബിറ്റ് വാട്ട് കംസ് അല്ലേ. അതുപോലെ തന്നെ ഇഷാൻസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ലൈബിലിറ്റി ആയതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്തു. കാരണം ലൈബിലിറ്റിക്ക് എല്ലാം ക്രെഡിറ്റ് ബാലൻസ് ആണ്. ലൈബിലിറ്റിയെ ക്രെഡിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ അത് ബിസിനസ്സിൽ കൂടുകയുള്ളൂ. ഇപ്പോൾ ബിസിനസ്സിനെ സംബന്ധിച്ച് 8 ലക്ഷം രൂപ എന്താണ് ലൈബിലിറ്റി അവർക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം നമുക്കിവിടെ ഫസ്റ്റ് ട്രാൻസാക്ഷൻസ് കിട്ടി. അതുമായി ബന്ധപ്പെട്ടുള്ള എന്താണ് ജേർണൽ എൻട്രി നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ ടാലി പ്രൈമിൽ ഇത് എൻട്രി ചെയ്യാൻ പോവുകയാണ്. ട്രാൻസാക്ഷൻ 1 അല്ലേ. അപ്പോൾ നമുക്ക് എൻട്രി ചെയ്യാൻ ഏതൊക്കെ അക്കൗണ്ട് ആണെന്ന് ഒന്നുകൂടെ മനസ്സിലാക്കുക. ഇവിടെ നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ട ലെഡ്ജർ ഒന്ന് ഇഷാൻസ് ക്യാപിറ്റൽ ആണ്, 2 ക്യാഷ് ആണ്. ഇഷാനുടെ ടാലി പ്രൈം ഓപ്പൺ ആക്കിയപ്പോൾ ഇഷാനെ കാണാൻ സാധിക്കുന്നത് എന്താണ്, ഇവിടെ ഒരു കമ്പനിയും നിലവിലില്ല എന്നുള്ളതാണ്. അപ്പൊ ഇഷാന് മനസ്സിലായി ഇഷാന്റെ കമ്പനി ഒന്നും ഇവിടെ നിലവിലില്ല, ഈ ഇടപാട് എൻട്രി ചെയ്യാനും സാധ്യതയില്ല. അപ്പൊ ഈ ട്രാൻസാക്ഷൻസ് എൻട്രി ചെയ്യണമെങ്കിൽ നമുക്ക് ആ കമ്പനി നിലവിൽ വേണം. മാക് കൺസൾട്ടൻസി എന്ന് പറയുന്ന സ്ഥാപനം തന്നെ എന്താണ് ടാലി പ്രൈമിൽ ഇല്ല. ഇഷാൻ വിചാരിച്ച് നമ്മൾ ടാലി പ്രൈം ഓപ്പൺ ആക്കിയ ഉടനെ ഇഷാന്റെ കമ്പനി ഇവിടെ വരുമെന്നാണ്. ആ സംഭവം ഇല്ല, നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തേ പറ്റുള്ളൂ. അങ്ങനെ ഇഷാൻ അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ കമ്പനി ക്രിയേറ്റ് ചെയ്യാണ് അല്ലേ. അപ്പൊ ക്രിയേറ്റ് കമ്പനി എന്നുള്ള ഓപ്ഷൻസ് ഇവിടെ കാണാം. സെലക്ട് റിമോട്ട് കമ്പനി എന്ന് കാണാം, സ്പെസിഫൈ പാത്ത് കാണാം, സെലക്ട് ഫ്രം ഡ്രൈവ് എന്നാണ്. അപ്പോൾ ആൾറെഡി ഇഷാന്റെ കമ്പനി ആരെങ്കിലും എവിടെയെങ്കിലും ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിന്റെ ഡേറ്റാസ് ഉണ്ടെങ്കിൽ ഈ പറയുന്ന എന്താണ് സ്പെസിഫൈ പാത്ത്, ആ പാത്തിൽ പോയോ അല്ലെങ്കിൽ എന്താണ് ഡ്രൈവിൽ നിന്നൊക്കെ നമുക്ക് ആ കമ്പനി ഓപ്പൺ ചെയ്യാം.
ഇത് കമ്പനി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഡേറ്റാസും അവൈലബിൾ അല്ല. കാരണം കൊണ്ട് തന്നെ കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകൾ നമ്മൾ പുതിയൊരു കമ്പനി ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് എന്താണ് അവിടെ കാണിക്കേണ്ടത്. ക്രിയേറ്റ് കമ്പനി എന്നുള്ള ഓപ്ഷൻ ഞാൻ എന്താണ് എൻ്റർ ചെയ്യുന്നു. കമ്പനിയുടെ ഡേറ്റാ പാത്ത് കാണാൻ ഇത് നമ്മളെ കമ്പ്യൂട്ടർ നമ്മൾ ഇത് എവിടെ സ്റ്റോർ ചെയ്യുന്നു മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഈ കമ്പ്യൂട്ടറിനെ സംബന്ധിച്ച് ഈ ഡ്രൈവിലാണ് അവിടെ ഒരു ടാലി പ്രൈം എന്നൊരു ഫോൾഡർ ഉണ്ട്. അവിടെ ബാക്കപ്പ് എന്ന് പറഞ്ഞ മറ്റൊരു ഫോൾഡർ ഉണ്ട്. അവിടെയാണ് നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന കമ്പനിയും അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ എന്താണ് കീപ്പ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ കമ്പനി നെയിം ക്രിയേറ്റ് ചെയ്യുകയാണ്. സർവീസസ്, മെയിലിംഗ് അഡ്രസ്, ട്രിവാൻഡ്രം, സ്റ്റേറ്റ് വന്നിട്ട് കേരള. ഡെമോ പർപ്പസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആക്ച്വൽ എന്താണ് പിൻകോഡും ഫോൺ നമ്പറൊന്നും അല്ല, ജസ്റ്റ് എഡ്യൂക്കേഷൻ പർപ്പസ് ആയതുകൊണ്ട് തന്നെ കൊടുത്തു പോവാണ് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി. ടെലിഫോൺ മൊബൈൽ നമ്പർ കൊടുക്കാം. എന്താണ് mac.com, വെബ്സൈറ്റ് www.mac.com. നമ്മുടെ ബിസിനസ് ഫിനാൻഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്ന ഞാൻ പറഞ്ഞു 1/4/2024 അല്ലേ. ബുക്സ് ബിഗിനിങ് ഫ്രം. അപ്പോൾ ഈ വ്യത്യാസമൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ എപ്പോഴും നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ എന്താണ് ഒരു മാറ്റം ഉണ്ടാവില്ല. ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ എന്താണ് കൺട്രി ഇന്ത്യ സെലക്ട് ചെയ്തുകൊണ്ട് തന്നെ ഏപ്രിൽ 1 മുതൽ 31 മാർച്ച് വരെയാണ് ഫിനാൻഷ്യൽ ഇയർ നമ്മൾ അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ബുക്സ് ബിഗിനിങ് ഫ്രം എന്ന് അർത്ഥമാക്കുന്നത് ചിലപ്പോൾ നമ്മൾ ഈ ഫിനാൻഷ്യൽ ഇയറിൻ്റെ മാറ്റം നമുക്ക് വരുത്താൻ പറ്റില്ല. അപ്പോൾ ഇഷാൻ തുടങ്ങുന്നത് ചിലപ്പോൾ എന്താണോ ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ ആണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 8 ലക്ഷം രൂപ കൊണ്ട്. അപ്പോൾ ഓഗസ്റ്റിൽ തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ച് ആഗസ്റ്റ് മുതലുള്ള എന്താണ് ട്രാൻസാക്ഷൻസ് അവിടെ എൻ്റർ ചെയ്താൽ മതി എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമ്മൾ എന്താണ് ഓഗസ്റ്റ് ആണെങ്കിൽ എന്താണ് 1 ഓഗസ്റ്റ് 2024 എന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഓഗസ്റ്റ് മുതലുള്ള ബില്ലുകൾ ഈ ടാലി പ്രൈമിൽ കീപ്പ് ചെയ്താൽ മതി. അതിന് മുമ്പോട്ടുള്ള ബില്ലോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ കയ്യിലില്ല. അത്തരത്തിൽ നമ്മൾ എന്താണ് കീപ്പ് ചെയ്യേണ്ട കാര്യമില്ല. അവിടെ ഇടപാടുകളൊന്നുമില്ല, ട്രാൻസാക്ഷൻസ് ഒന്നുമില്ല എന്താണ് ഓഗസ്റ്റ് വരെ ഇല്ലേ. ഓഗസ്റ്റിലാണ് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബുക്സ് ബിഗിനിങ് ഫ്രം എന്നുള്ളത് 1/8/2024 മുതൽ കൊടുത്താൽ മതി. ഇതിപ്പോൾ വിഷാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ തന്നെയാണ്. അവിടെ നമുക്കൊരു 10-15 ട്രാൻസാക്ഷൻസ് നടന്നിട്ടുമുണ്ട്. കാരണം കൊണ്ട് തന്നെ ബുക്സ് ബിഗിനിങ് ഫ്രം 1/4/2024 തന്നെയാണ് കേട്ടോ. നമുക്ക് ബേസ് കറൻസി സിമ്പിൾ നമുക്കറിയാം. ഇന്ത്യയിൽ നമ്മുടെ റുപ്പീസിന്റെ സിമ്പിൾ ഇതാണ്. 419 ഇന്ത്യൻ റുപ്പീസ് എന്നുള്ളതാണ്. സഫിക്സ് സിമ്പിൾ ടു എമൗണ്ട്. ഇപ്പോൾ നമ്മൾ ടാലിയിലൊക്കെ എമൗണ്ട് എന്താണ് കാണിക്കുന്ന സമയത്ത് അതിന്റെ ഫ്രണ്ടിലായിട്ട് റുപ്പീസിന്റെ സിമ്പിൾ വേണോ എന്നുള്ളതാണ്. ചില ആൾക്കാർക്ക് അത് വേണമെന്ന് കാണും, ചില ആൾക്കാർക്ക് വേണ്ട എന്നുള്ളതാണ്. നമ്മൾ നോ കൊടുത്ത് അത് കാണിക്കില്ല. നമ്മൾ ഈ പ്രിൻ്റൊക്കെ എടുത്ത് ആർക്കെങ്കിലും സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് എമൗണ്ടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ സിമ്പിൾ വേണമെന്നുള്ളതാണ്. വേണമെങ്കിൽ എസ് കൊടുക്കാം, ഇല്ലെങ്കിൽ നോ കൊടുക്കാം. ഞാൻ ഇവിടെ എന്താ ഡിഫോൾട്ട് ആയിട്ടുള്ള നോ തന്നെ കൊടുക്കുന്നു. ഇപ്പോൾ എമൗണ്ടും സിമ്പിളും തമ്മിൽ എന്താണ് ഒരു ചെറിയൊരു സ്പേസ് വേണമെന്നുള്ളതാണ്. അത് എസ് കൊടുത്തിട്ടുണ്ട്. ഷോ എമൗണ്ട് ഇൻ മില്യൻസിൽ 10 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ 1 മില്യൺ ആണ്. ഒരുപാട് വലിയ ട്രാൻസാക്ഷൻസ് ഇടപാടൊക്കെ ഉള്ള ഒരു കമ്പനിയെ സംബന്ധിച്ച് നമ്മൾ മില്യൻസിൽ എന്താണ് എമൗണ്ടുകൾ കീപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് 10 ലക്ഷം രൂപ 1 മില്യൺ ആണ്. UAE പോയി കഴിഞ്ഞാൽ അല്ലേ അവിടെ ദർഹംസ് ആണ്. 10 ലക്ഷം ദർഹംസ് എന്ന് പറഞ്ഞാൽ അവിടെ 1 മില്യൺ ആണ്. 10 ലക്ഷം ഡോളർ എന്ന് പറഞ്ഞാൽ $1 മില്യൺ ആണ്. അപ്പോൾ അത്തരത്തിൽ ഓരോ രാജ്യവുമായി ബന്ധപ്പെട്ട് അവിടെ കറൻസിയുമായി ബന്ധപ്പെട്ട് 10 ലാക്സിനാണ് നമ്മൾ എന്താണ് 1 മില്യൺ എന്ന് പറയുന്നത്. പൈസയെ കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ 2 എന്താണ് ഡെസിമൽ പ്ലേസസ് ആവശ്യമാണ്. അപ്പോൾ അത്തരത്തിൽ എന്താണ് ബാക്കിയൊക്കെ നോർമൽ ആയിട്ടുള്ളതാണ്. ടാലി പ്രൈമിൽ മാക് കൺസൾട്ടൻസി സർവീസസ് എന്ന് പറയുന്ന സ്ഥാപനം നമ്മൾ എന്താണ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ് ആദ്യത്തെ ഇടപാട് എൻ്റർ ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ ഈ പറഞ്ഞ രീതിയിലാണ് നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മളുടെ നോക്കാം കമ്പനി ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി അല്ലേ. മാക് കൺസൾട്ടൻസി സർവീസ് എന്ന് പറയുന്ന ഇഷാന്റെ സ്ഥാപനം നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ഇഷാന്റെ സ്ഥാപനത്തിലെ ഒരു അക്കൗണ്ടന്റ് ആണെന്ന് കരുതി വേണം ഈ എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ അപ്രോച്ച് ചെയ്യാൻ സമീപിക്കാൻ. അത്തരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ വളരെ അനായാസം നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അക്കൗണ്ടിങ് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഏത് രീതിയിലാണ് നമ്മളൊരു ട്രാൻസാക്ഷൻ നോക്കി കാണേണ്ടതെന്ന് വളരെ എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം ഞാൻ ഈ ചെയ്യുന്നെങ്കിലും നിങ്ങൾ നിങ്ങളുടെ സിസ്റ്റമോ കമ്പ്യൂട്ടറിലോ എന്താണ് അതുപോലെ ലാപ്ടോപ്പിലോ ടാലി പ്രൈമിന്റെ സൈറ്റിൽ പോയിക്കൊണ്ട് നിങ്ങൾക്ക് ടാലി പ്രൈം സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാം. അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് എഡ്യൂക്കേഷൻ മോഡ് ഇതുപോലെ നിങ്ങൾക്ക് എന്താണ് യൂസ് ചെയ്യാം. ഞാൻ ഈ പറയുന്ന ഇടപാടുകൾ അതേപോലെ നിങ്ങൾ എന്താണ് എൻ്റർ ചെയ്ത് പഠിക്കുക. അപ്പോൾ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഇങ്ങനെ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വളരെ അനായാസം കാര്യങ്ങൾ മനസ്സിലാക്കി നല്ലതുപോലെ അക്കൗണ്ടിങ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ കമ്പനി നമ്മൾ ആൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ മാക് കൺസൾട്ടൻസി സർവീസിന്റെ അക്കൗണ്ടിങ് ഫീച്ചർ വന്നു കഴിഞ്ഞാൽ മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് നമുക്ക് എന്തായാലും വേണം അല്ലേ. എനേബിൾ ബിൽ വൈസ് എൻട്രി. ഒരുപാട് നമുക്ക് സെയിൽസും പർച്ചേസും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ബിൽ വൈസ് ആയിട്ട് നമ്മൾ എന്താണ് എൻട്രീസ് കീപ്പ് ചെയ്യേണ്ട കാര്യമില്ല. അത് നമ്മൾ ട്രേഡിംഗ് മാനുഫാക്ചറിങ് വരുന്ന സമയങ്ങളിൽ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. ഇവിടെ നമുക്ക് ഇൻവെന്ററിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇൻവെന്ററി ഒന്നും ഇല്ല. നമ്മൾ സർവീസ് ഓർഗനൈസേഷനാണ്. കാരണം കൊണ്ട് തന്നെ നമ്മൾ നോ കൊടുത്ത് പോവുകയാണ്. ഇവിടെ ടാക്സിന്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് നമ്മൾ എന്താണ് സർവീസ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നില്ല. അവിടെ ടാക്സ് ഇല്ലാതെയാണ് എല്ലാ ഇടപാടുകളും എന്താണ് ഇഷാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ നോ കൊടുക്കുകയാണ്.
നമ്മൾ ടാക്സ് GST ഒക്കെ പഠിച്ചു തുടങ്ങുന്നത് എന്താണ്, ട്രേഡിങ്ങും അതുപോലെ തന്നെ മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ അവിടെ GSTയും എന്താണ് ടാക്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. ഇവിടെ ഞാൻ നോ കൊടുത്ത് പോകും. ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അല്ലേ നമ്മൾ എന്താണ് കമ്പനി ക്രിയേറ്റ് ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് കാണാം ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ കമ്പനി മാക് കൺസൾട്ടൻസി സർവീസസ് അല്ലേ. ഇവിടെ ഡേറ്റ് ഓഫ് ലാസ്റ്റ് എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനമായി വൗച്ചർ ഏതെങ്കിലും എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റ് ഇവിടെ കാണാം. ഇവിടെ നമ്മൾ ഒന്നും എൻട്രി ചെയ്തിട്ടില്ല. ഇഷാൻ ഇങ്ങനെ 8 ലക്ഷം രൂപ ബിസിനസ്സിൽ കൊണ്ടുവന്നെന്ന് മാത്രമേ നമുക്കറിയാവൂ. നമ്മൾ ഇഷാന്റെ അക്കൗണ്ടന്റ് ആണ്. മാക് കൺസൾട്ടൻസി സർവീസസ് എന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ള ട്രാൻസാക്ഷൻസ് ഇടപാടുകൾ നമ്മൾ എന്താണ് എൻട്രി ചെയ്ത് തുടങ്ങുകയാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, ഇവിടെ മാസ്റ്റർ കാണാം, ട്രാൻസാക്ഷൻസ്, യൂട്ടിലിറ്റീസ് റിപ്പോർട്ട്. അപ്പോൾ ഈ ടാലി പ്രൈം സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ടുള്ള എന്താണ് ഫീച്ചേഴ്സിലേക്കും കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകില്ല. നമ്മൾ നേരെ ഇടപാടിലേക്ക് പോവാണ്. അത് ട്രാൻസാക്ഷൻസ് എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞു നമുക്ക് 2 ലെഡ്ജറുകൾ ക്രിയേറ്റ് ചെയ്യാനുണ്ട്. ഒന്ന് ഇഷാൻസ് ക്യാപിറ്റൽ അക്കൗണ്ടും മറ്റേ ക്യാഷ് അക്കൗണ്ടും അല്ലേ. ക്യാഷ് അക്കൗണ്ട് നമുക്ക് ടാലി പ്രൈമിൽ എന്താണ് അത് ഡിഫോൾട്ട് ആയിട്ട് ഉള്ളത് കൊണ്ട് തന്നെ അത് ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇഷാൻസ് ക്യാപിറ്റൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം ഈ ഇടപാട് ടാലി പ്രൈമിൽ പോസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രിയേറ്റ് എന്നുള്ള ഈ ഓപ്ഷൻ എല്ലാ അക്കൗണ്ടുകളും ക്രിയേറ്റ് ചെയ്യുന്നത് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ടുള്ള അക്കൗണ്ട് ആയാലും ഇൻവെന്ററിയുമായി ബന്ധപ്പെട്ടുള്ള അക്കൗണ്ട് ആയാലും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ടാലി പ്രൈമിൽ മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഈ ഓപ്ഷന്റെ അണ്ടറിലാണ്. ഇവിടെ ഞാൻ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നു. ഇവിടെ നമുക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം, ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം, കറൻസി ക്രിയേറ്റ് ചെയ്യാം, പുതിയ വൗച്ചർ ടൈപ്പ് ഉണ്ടെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാം, സ്റ്റാറ്റ്യൂട്ട് ഡീറ്റെയിൽസുമായി ബന്ധപ്പെട്ട് പാനോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഐഡന്റിഫിക്കേഷൻ നമ്പറോ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ലെഡ്ജറാണ് എനിക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ലെഡ്ജർ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. എന്താണ് ആദ്യം ക്യാപിറ്റൽ അല്ലേ, ഇഷാൻസ് ക്യാപിറ്റൽ. അവിടെ നമ്മൾ അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ട് തന്നെയാണ്. ഇഷാന്റെ അഡ്രസ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം, കേരള, ഇന്ത്യ. ഇതൊന്നും മാറ്റമൊന്നുമില്ല. ബാങ്ക് ഡീറ്റെയിൽസ് വേണമെങ്കിൽ കൊടുക്കാം. പാൻ നമ്പറോ IT നമ്പറോ ഒക്കെ ഉണ്ടെങ്കിൽ, ഇൻകം ടാക്സ് നമ്പറൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാവുന്നതാണ്. നമ്മുടെ ഇഷാൻ എന്ന ഓണറുമായി ബന്ധപ്പെട്ടുള്ള നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്താണ് ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തു. ക്യാഷ് എന്ന് പറഞ്ഞ അക്കൗണ്ട് നമ്മുടെ സിസ്റ്റത്തിൽ ആൾറെഡി ഇത് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ആൾട്ടർ എന്നുള്ള ഓപ്ഷൻ വന്നുകൊണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ലെഡ്ജറുകൾ പരിശോധിക്കാൻ സാധിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ കാണാം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇഷാൻസ് ക്യാപിറ്റൽ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ക്യാഷും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും എല്ലാ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിലും ഡിഫോൾട്ട് ആയിട്ട് ഉള്ള അക്കൗണ്ടുകളാണ്. അതുകൊണ്ട് അത് വീണ്ടും ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത ഇഷാൻസ് ക്യാപിറ്റൽ ഇവിടെ ആൾറെഡി എന്താണ് വന്നിട്ടുണ്ട് അല്ലേ. ഇപ്പം നമുക്ക് ഇഷാൻസ് ക്യാപിറ്റലും ക്യാഷും 2 അക്കൗണ്ടുകളും ഉള്ളത് കൊണ്ട് തന്നെ ആ ട്രാൻസാക്ഷൻസ് ഇവിടെ എൻ്റർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ബിസിനസിനെ സംബന്ധിച്ച് ഇവിടെ 8 ലക്ഷം രൂപ റെസിപ്റ്റ് കിട്ടുകയാണ് ചെയ്തത്. അപ്പോൾ റെസിപ്റ്റ് വൗച്ചറിലാണ് ഈ ട്രാൻസാക്ഷൻസ് കാണിക്കേണ്ടത് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ബിസിനസ്സിലേക്ക് പൈസ വരികയാണ്, ബിസിനസ് എന്താണ് റിസീവ് ചെയ്യുകയാണ്. ഇവിടെ ട്രാൻസാക്ഷൻസിന്റെ അണ്ടർ നിങ്ങൾക്ക് കാണാം വൗച്ചേഴ്സ് എന്നുള്ളത് അല്ലേ. അവിടെ ഞാൻ വൗച്ചേഴ്സ് ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ വൗച്ചർ നോക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കോർണറിൽ എല്ലാ വൗച്ചേഴ്സും ഇവിടെ കാണാൻ സാധിക്കും. കോൺട്രാ വൗച്ചർ ഉണ്ട്, റെസിപ്റ്റ്, ജേർണൽ, സെയിൽസ്, പർച്ചേസ്, അതർ വൗച്ചേഴ്സ്. അപ്പോൾ ഒരുപാട് വൗച്ചേഴ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഡിഫോൾട്ടായിട്ട് ഇവിടെ ഓപ്പൺ ആയിട്ടുള്ളത് പേയ്മെന്റ് വൗച്ചർ ആണ് നമ്പർ 1. ഇവിടെ നമ്മൾ ട്രാൻസാക്ഷൻസ് ഇവിടെ പേയ്മെന്റ് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. പേയ്മെന്റ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല. നമ്മൾ 8 ലക്ഷം രൂപ ബിസിനസ്സിൽ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ അതിൽ നിന്നും എന്താണ് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പൈസ ചിലവാക്കാൻ സാധിക്കുകയുള്ളൂ അല്ലേ. അപ്പോൾ ഇഷാൻ എന്താണ് നമുക്ക് 8 ലക്ഷം രൂപ കൊണ്ടുവന്ന് ബിസിനസ്സിലേക്ക്. അപ്പോൾ ആദ്യത്തെ എൻട്രി നമ്മൾ റെസിപ്റ്റ് ആണ് കാണിക്കേണ്ടത് ബിസിനസ്സിൽ ക്യാഷ് കൊണ്ടുവരാൻ വേണ്ടി. ഇവിടെ റെസിപ്റ്റ് വെച്ചാൽ ഓപ്പൺ ആയതായി കാണാം. ഇത് നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റമാണ്. നമുക്ക് 2 അക്കൗണ്ടുകളിലൂടെ കാണിക്കണം അല്ലേ. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ഇപ്പോൾ ഇത് സിംഗിൾ എൻട്രി മോഡാണോ ഡബിൾ എൻട്രി മോഡാണോ അറിയാൻ വേണ്ടി കീബോർഡിൽ Ctrl+H, കീബോർഡിൽ നമ്മൾ കൺട്രോൾ എന്ന ബട്ടണും H എന്ന ബട്ടണും ഒരുമിച്ച് പ്രസ് ചെയ്യുക അല്ലേ. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഡബിൾ എൻട്രിയും സിംഗിൾ എൻട്രിയും അല്ലേ. ലിസ്റ്റ് ഓഫ് മോഡ്സ് ആണ്. അവിടെ നമുക്ക് ഡബിൾ എൻട്രി സിസ്റ്റം നമ്മൾ സെലക്ട് ചെയ്യണം. കാരണം നമുക്ക് ഡെബിറ്റും ക്രെഡിറ്റും കൊടുത്താണ് ഇടപാടുകൾ എന്താണ് പോസ്റ്റ് ചെയ്യേണ്ടത് കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക. 2 നമുക്ക് മനസ്സിലാക്കി ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ ക്രെഡിറ്റ് ചെയ്യുന്ന അക്കൗണ്ട് ഏതാണ്, ഡെബിറ്റ് ചെയ്ത അക്കൗണ്ട് എന്ന് നമുക്കറിയാം. ഇവിടെ ക്രെഡിറ്റ് ചെയ്യുന്ന അക്കൗണ്ട് ഇഷാൻസ് ക്യാപിറ്റൽ ആണ് നമുക്കറിയാം. ഡെബിറ്റ് ചെയ്യുന്നത് ക്യാഷ് ആണ്. കാരണം ക്യാഷ് അസറ്റ് ആണ്, ബിസിനസ്സിലേക്ക് വരുന്നുണ്ട്, നമ്മൾ ഡെബിറ്റ് ചെയ്യണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ ഇഷാൻസ് ക്യാപിറ്റൽ ഞാൻ സെലക്ട് ചെയ്യുന്നു. എമൗണ്ട് എന്ന് പറഞ്ഞാൽ 8 ലക്ഷം രൂപയാണ്. 8 ലക്ഷം രൂപ സെലക്ട് ചെയ്തു. ഡെബിറ്റ് ചെയ്യേണ്ട എമൗണ്ട് ക്യാഷ് ആണ് അല്ലേ. ക്യാഷ് എത്രയാണ് നമുക്ക് ബിസിനസ്സിൽ കൊണ്ടുവന്നത്, 8 ലക്ഷം രൂപയാണ്. ബിസിനസ്സിനെ സംബന്ധിച്ച് 8 ലക്ഷം രൂപ ക്രെഡിറ്റ് ബാലൻസ് ഒരു ബാധ്യതയുമായി, അതോടൊപ്പം തന്നെ 8 ലക്ഷം രൂപ അസറ്റുമായി ക്യാഷ് ഇനത്തിൽ ബിസിനസ് 8 ലക്ഷം രൂപ വരെയും ചെയ്തു. ഇനി 8 ലക്ഷം രൂപ വെച്ച് നമുക്ക് ബിസിനസിന്റെ എല്ലാ കാര്യങ്ങളും എന്താണ് എക്സ്പെൻസ് ആയാലും ബാക്കിയുള്ള കാര്യങ്ങളായാലും നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. പൊതുവേ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് മിക്ക ആൾക്കാർക്കും മടിയാണ്, നരേഷൻ പ്രോപ്പറായിട്ട് എഴുതാറില്ല. നിങ്ങൾ നരേഷൻ പ്രോപ്പറായിട്ട് എഴുതുക. ഏതെങ്കിലും സമയത്ത് ഏതെങ്കിലും ട്രാൻസാക്ഷൻസ് നമ്മൾ എന്താണ് ഒന്ന് റീചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ നരേഷൻ നമുക്ക് ഉപകരിക്കും. എന്ത് പർപ്പസിനാണ്, ഏത് കാര്യത്തിനാണ് അത് കൊടുത്തത്, എന്താണെന്ന് നമുക്ക് ഉള്ളത് കേട്ടോ. അപ്പോൾ ചെറിയൊരു കഥ ഇവിടെ എഴുതി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ അത് വളരെ ഉപകാരപ്രദമായിരിക്കും എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്.
ബീങ് ക്യാഷ് ഇൻട്രൊഡ്യൂസ്ഡ് ആസ് ക്യാപിറ്റൽ അല്ലേ, നമ്മൾ എന്താണ് എൻട്രി ചെയ്ത് പോവുകയാണ്. ഫസ്റ്റ് ട്രാൻസാക്ഷൻസ് നമ്മൾ എൻട്രി ചെയ്തു. മാക് കൺസൾട്ടൻസി സർവീസുമായി ബന്ധപ്പെട്ട് ഇഷാൻ എന്നുള്ള ഓണർ കൊണ്ടുവന്ന 8 ലക്ഷം രൂപ ബിസിനസ്സിൽ കാണിച്ചു. അത് എങ്ങനെയാണ് റിഫ്ലക്റ്റ് ആയിട്ടുള്ളത് നമുക്ക് നോക്കാം. നമ്മളുടെ ഡിസ്പ്ലേ എന്താണ് റിപ്പോർട്ട്സിലേക്ക് വരുന്നു, അക്കൗണ്ട്സ് ബുക്കിലേക്ക് വരുന്നു. ഇവിടെ നമ്മൾ ലെഡ്ജർ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ക്യാഷിൻ്റെ അക്കൗണ്ടിൽ എന്താണ് 8 ലക്ഷം രൂപ കാണിച്ചിട്ടുണ്ട്. ഇഷാൻ ക്യാപിറ്റൽ ഇനത്തിൽ ക്യാഷായി നമുക്ക് 8 ലക്ഷം രൂപ റെസിപ്റ്റ് വന്നിട്ടുണ്ട്. ഇവിടെ എന്താണ് ക്ലോസിംഗ് ബാലൻസ് ഒക്കെ കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ എന്താണ് ഇഷാൻ ക്യാപിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഇഷാനിൽ നിന്ന് നമുക്ക് ക്യാഷ് ആയിട്ട് 8 ലക്ഷം രൂപ കിട്ടി എന്നുള്ളത് ഇഷാൻസ് ക്യാപിറ്റൽ എന്നുള്ള ലെഡ്ജറിലും ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ രണ്ട് അക്കൗണ്ടുകളിലും എന്താണ് ഈ എമൗണ്ട് റിഫ്ലക്റ്റ് ആയിട്ടുണ്ട്. അതിനർത്ഥം നമ്മൾ ചെയ്ത ട്രാൻസാക്ഷൻസ് എന്താണ് ശരിയായിട്ടുള്ളതാണ്. ഇനി ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഏപ്രിലെ രണ്ടാമത്തെ ഇടപാട് എന്താണെന്ന് പരിശോധിക്കാം. ഏപ്രിൽ 2, 2024 അല്ലെ, രാവിലെ ഇഷാൻ തീരുമാനിക്കുകയാണ് ഇഷാന്റെ പൈസ 8 ലക്ഷം രൂപ കമ്പനിയിലുണ്ട്. അപ്പോൾ ബിസിനസ്സിലുള്ള 8 ലക്ഷം രൂപയിൽ നിന്നും ഒരു 5 ലക്ഷം രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം, അതിനായി ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാമെന്നുള്ളത്. അങ്ങനെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ തീരുമാനിച്ചു. 5 ലക്ഷം രൂപ ഇഷാൻ എന്താണ് ഡെപ്പോസിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തിനാണ് ഈ പൈസ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് നമ്മൾ ക്യാഷ് മാത്രമല്ല ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് അവിടെ എന്താണ് നൽകുകയും വാങ്ങുകയും ചെയ്യുന്നത്. അവിടെ നമ്മൾ കസ്റ്റമേഴ്സിന് എന്താണ് ചെക്ക് കൊടുക്കാറുണ്ട്. അത്തരത്തിൽ കസ്റ്റമേഴ്സിന് നമുക്ക് ചെക്ക് കിട്ടാറുമുണ്ട്. അപ്പോൾ കിട്ടുന്ന ചെക്ക് നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് നമ്മൾ എന്താണ് പേയ്മെന്റിന് അഗെയിൻസ്റ്റ് ചെക്ക് കൊടുക്കുകയും വേണം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾക്ക് നമുക്കൊരു അക്കൗണ്ട് ആവശ്യമാണ്, അക്കൗണ്ടിൽ പൈസയും വേണം അല്ലേ. അതുകൊണ്ടാണ് ഇഷാൻ തീരുമാനിച്ചത് എന്താണ് കമ്പനി തുടങ്ങി 2ാമത്തെ ദിവസം തന്നെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ 5 ലക്ഷം രൂപ എന്താണ് ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് കേട്ടോ. ട്രാൻസാക്ഷൻ മിസ്റ്റർ ഇഷാൻ ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട് ഇൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ബൈ ഡെപ്പോസിറ്റിംഗ് ക്യാഷ് ₹5 lakhs. അവിടെ മനസ്സിലാക്കേണ്ടത് ഇവിടെ 2 അക്കൗണ്ടുകളുണ്ട് അല്ലേ. ഡബിൾ എൻട്രി സിസ്റ്റം അനുസരിച്ച് നമുക്ക് ഡെബിറ്റും ക്രെഡിറ്റും മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഒരു ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് അതിന്റെ ജേണൽ എൻട്രി പാസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അല്ലേ. ജേണൽ എൻട്രി പറയുകയാണെങ്കിൽ ഇവിടെ 1ാമത്തെ അക്കൗണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും 2ാമത്തെ അക്കൗണ്ട് ക്യാഷുമാണ് നമുക്കറിയാം. അപ്പോൾ അത്തരത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏതിനെ ഡെബിറ്റ് ചെയ്യണം ഏതിനെ ക്രെഡിറ്റ് ചെയ്യണം എന്ന് അറിയണമെങ്കിൽ നമ്മൾ ആ ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ് നല്ലതുപോലെ മനസ്സിലാക്കിയിരിക്കണം. വളരെ സിമ്പിളായിട്ട് ഞാനൊന്ന് പറഞ്ഞു തരാം. ഡീറ്റെയിൽ ആയിട്ട് ഈ ഗോൾഡൻ റൂൾസ് ഒക്കെ നമ്മൾ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട കോഴ്സിൽ പറയുന്നുണ്ട്. ആ കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള ആ വീഡിയോസ് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഗോൾഡൻ റൂൾസിൽ നമ്മൾ ആദ്യം പറയുന്നത് റിയൽ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുള്ള റൂളാണ്. റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ബിസിനസിനെ സംബന്ധിച്ച് അസറ്റുമായി ബന്ധപ്പെട്ടുള്ള റൂളാണ്. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ബിസിനസ്സിലേക്ക് അസറ്റ് വരുന്നുവെങ്കിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യുക, ബിസിനസ്സിൽ നിന്ന് അസറ്റ് പോകുന്നുവെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുക. ഇതാണ് റിയൽ അക്കൗണ്ടിന്റെ റൂൾ. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് പേഴ്സണൽ അക്കൗണ്ട് പറയുകയാണ്. പേഴ്സണൽ അക്കൗണ്ട് എന്ന് വെച്ചാൽ വ്യക്തികളുമായി ബന്ധപ്പെട്ടോ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടോ ഒരു ബിസിനസ്സിൽ എന്താണ് ഇടപാടുകൾ നടക്കുമ്പോൾ അവിടെ ഏത് റൂളാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. പേഴ്സണൽ അക്കൗണ്ടിന്റെ റൂൾ എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ അല്ലേ. ഒരു ഇടപാടിൽ സ്വീകരിക്കുന്ന ആളെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു അല്ലെ. ആ ഇടപാടുമായി ബന്ധപ്പെട്ട് എന്താണോ നമ്മൾ സ്വീകരിക്കുന്നത് അത്തരത്തിലുള്ള വ്യക്തികളെ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ആ ഇടപാടുമായി ബന്ധപ്പെട്ട് എന്താണോ നൽകുന്നത് ആളെ അല്ലെങ്കിൽ ആ സ്ഥാപനത്തെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ് പേഴ്സണൽ അക്കൗണ്ട് റൂൾ എന്ന് പറഞ്ഞാൽ. ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് നോർമൽ അക്കൗണ്ട് ആണ്. ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചെലവുകളും വരവുകളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഡെബിറ്റ് ആൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് അല്ലേ. നമുക്കുണ്ടാകുന്ന ചെലവുകളും നഷ്ടങ്ങളെയും നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ക്രെഡിറ്റ് ആൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ് അല്ലേ. നമുക്കുണ്ടാകുന്ന വരുമാനങ്ങളെയും നേട്ടങ്ങളെയും നമ്മൾ എന്ത് ചെയ്യണം കേഡിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ പേഴ്സണൽ അക്കൗണ്ടും റിയൽ അക്കൗണ്ടും നോർമൽ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് ഈ 3 റൂളുകളും നിങ്ങൾ പഠിച്ചു വെച്ചാൽ വളരെ അനായാസം അക്കൗണ്ടുകൾ കണ്ടെത്തുകയും ജേണൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതുമാണ്. അപ്പോൾ ഇവിടെ നോക്കേണ്ടത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പേഴ്സണൽ അക്കൗണ്ട് ആണ്. അതിന്റെ റൂൾ മനസ്സിലാക്കിയാൽ ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. അപ്പോൾ ഈ ഇടപാടുമായി ബന്ധപ്പെട്ട് 5 ലക്ഷം രൂപ സ്വീകരിക്കുന്നത് ആരാണ് അല്ലേ, അവിടെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇടപാടുമായി ബന്ധപ്പെട്ട് 5 ലക്ഷം രൂപ നൽകുന്നത് ആരാണ്, അവർ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ് 5 ലക്ഷം രൂപ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്വീകരിക്കുകയാണോ കൊടുക്കുകയാണോ എന്ന് ചോദിച്ചാൽ അവർ സ്വീകരിക്കുകയാണ്. ഇഷാന്റെ പൈസ അവർ വാങ്ങി വെക്കുകയാണ്. അപ്പൊ നമ്മൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പേഴ്സണൽ അക്കൗണ്ട് റൂൾ അനുസരിച്ച് കൊണ്ട് ഡെബിറ്റ് ദ റിസീവർ അല്ലേ, അതുകൊണ്ട് നമ്മൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ ഡെബിറ്റ് ചെയ്യുന്നു ആ ട്രാൻസാക്ഷന്. രണ്ടാമത് ഞാൻ കഴിഞ്ഞ ട്രാൻസാക്ഷൻ പറഞ്ഞാണ് ക്യാഷ് എന്ന് പറഞ്ഞാൽ അസറ്റ് ആണ്. ബിസിനസ്സിൽ അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റൂൾ റിയൽ അക്കൗണ്ടുമായി ബന്ധപ്പെടുത്തിയുള്ളതാണ് അല്ലേ. എങ്ങനെ പറയും, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ബിസിനസ്സിൽ അസറ്റ് വരുന്നുവെങ്കിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യണം, പോകുന്നുവെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ രാവിലെ വിഷയം ബിസിനസ്സിൽ പോയി അവിടെ നിന്ന് 5 ലക്ഷം രൂപ എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്തത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ അല്ലേ. അപ്പോൾ ബിസിനസ്സിൽ നിന്ന് പൈസ ബിസിനസ്സിലേക്ക് വരികയാണോ ബിസിനസ്സിൽ നിന്ന് പോവുകയാണോ എന്ന് ചോദിച്ചാൽ ഇഷൻ അവിടെ നിന്ന് പൈസ കൊണ്ടുപോയതിനാൽ എന്താണ് അതിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം, കാരണം ബിസിനസ്സിൽ നിന്ന് പൈസ പോവുകയാണ്.
ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് അല്ലേ എന്ന റൂൾ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ട്രാൻസാക്ഷൻ നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അല്ലേ, എമൗണ്ട് എന്ന് പറഞ്ഞാൽ 5 ലക്ഷം രൂപയാണ്. നമ്മൾ ടാലി പ്രൈമിൽ ക്രിയേറ്റ് ചെയ്യേണ്ട അക്കൗണ്ടുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ക്യാഷ് ആൾറെഡി അവിടെ ഡിഫോൾട്ട് ആയിട്ട് ഉള്ളത് കൊണ്ട് തന്നെ ആ അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇവിടെ നമ്മൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ലെഡ്ജർ എന്താണ് ടാലി പ്രൈമിൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ മാത്രമേ നമുക്ക് ഈ ട്രാൻസാക്ഷൻസ് ടാലി പ്രൈമിൽ പോസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ടാലി പ്രൈമിൽ നമുക്ക് ഈ ട്രാൻസാക്ഷൻസ് പോസ്റ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് ഒരുപാട് വൗച്ചർ കാണാം. ഇത് ഏതിലാണ് പോസ്റ്റ് ചെയ്യുന്നത് ചോദിച്ചാൽ കോൺട്രാ വൗച്ചറിലാണ്. അപ്പൊ എന്താണ് കോൺട്രാ വൗച്ചർ എന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ഇഷാന്റെ കയ്യിലുള്ള 8 ലക്ഷം രൂപയിൽ കുറച്ച് പൈസ ഇഷാൻ ഓഫീസിൽ സൂക്ഷിക്കുന്നു അല്ലെ, 3 ലക്ഷം രൂപ, 5 ലക്ഷം രൂപ ഇഷാൻ ബാങ്കിൽ ഇഷാന്റെ അക്കൗണ്ടിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പൊ എന്താണ് വ്യത്യാസം എന്ന് വെച്ചാൽ ഒരു വ്യത്യാസവും ഇല്ല. നമ്മുടെ കയ്യിലുള്ള പൈസ കുറച്ച് നമ്മൾ നമ്മുടെ കയ്യിൽ കീപ്പ് ചെയ്യുന്നു, കുറച്ച് നമ്മൾ എവിടെയെങ്കിലും മാറ്റി എന്താണ് സൂക്ഷിക്കുന്നു, അതിനർത്ഥം ബാങ്കിൽ സൂക്ഷിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ പൈസ നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നു എന്നല്ലാതെ ബിസിനസ്സിൽ നിന്നും ആ പൈസ അല്ലെങ്കിൽ ഇഷാന്റെ കയ്യിൽ നിന്ന് ആ പൈസ നഷ്ടപ്പെടുന്നില്ല. ഇഷാന്റെ പക്കൽ തന്നെ ആ പൈസയുണ്ട്. 3 ലക്ഷം രൂപ ഓഫീസിലും 5 ലക്ഷം രൂപ എന്താണ് ബാങ്കിലുമുണ്ട്. അപ്പൊ ഇത് തമ്മിലൊരു വ്യത്യാസമൊന്നുമില്ല. ബിസിനസ്സിൽ നിന്ന് ഇങ്ങനെ പൈസയൊന്നും പോവാതിരിക്കുമ്പോൾ നമ്മൾ അവിടെ പേയ്മെന്റ് ഇട്ട് കഴിഞ്ഞാൽ എന്താണ്, സ്വാഭാവികമായും പൈസ പോകണം എന്നുള്ള അർത്ഥമാണ്. പേയ്മെന്റ് വെച്ചാണെങ്കിൽ 8 ലക്ഷം രൂപ പൈസ കുറയണം. അപ്പൊ 5 ലക്ഷം രൂപ എന്താണ് നമ്മളെ നഷ്ടപ്പെട്ടു എന്നുള്ള അർത്ഥമാണ്. ബിസിനസ്സിൽ നിന്ന് പോയി എക്സ്പെൻസ് ആയിട്ട് കാണിക്കേണ്ടതായിട്ട് വരും. ആക്ച്വലി എന്താണ്, പൈസ പോയിട്ടില്ല. 3 ലക്ഷം രൂപ കയ്യിലും 5 ലക്ഷം രൂപ ബാങ്കിലും ഉണ്ട്. അപ്പൊ നമ്മൾ എന്താണ് പേയ്മെന്റ് വെച്ചിടാൻ പറ്റൂല. പിന്നെ നമ്മൾ ആലോചിക്കുകയാണ് റെസിപ്റ്റ് വെച്ചർ കാണിച്ചു കഴിഞ്ഞാൽ എന്താണ്, പൈസ വന്നു എന്നായി പോകും. വീണ്ടും എന്താണ് 8 ലക്ഷം രൂപ 5 ലക്ഷം രൂപ കൂടി 13 ലക്ഷം രൂപ ആവും അല്ലേ. ആക്ച്വലി പൈസ വന്നിട്ടില്ല. അപ്പൊ നമുക്ക് റെസിപ്റ്റും പേയ്മെന്റ് വൗച്ചറും ഇടാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് കോൺട്രാ വൗച്ചർ എന്നൊരു സംഭവം എന്താണ് പുതിയതായി ഉണ്ടായത്. അപ്പൊ നമ്മുടെ പൈസ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാണ്, മാറ്റി വെക്കുകയാണ്. ഈ പർപ്പസിന് വേണ്ടിയാണ് കോൺട്രാ വൗച്ചർ കണ്ടെത്തിയത്. അപ്പൊ ഈ ഇടപാടിൽ ഇഷാനെ സംബന്ധിച്ച് പൈസയൊന്നും നഷ്ടപ്പെടുന്നില്ല, കയ്യിലുള്ള പൈസ കുറച്ച് ബാങ്കിലേക്ക് മാറ്റുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പൊ ഞാനിവിടെ കോൺട്രാ വൗച്ചർ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമുക്കറിയാം ഡേറ്റ് വളരെ പ്രധാനപ്പെട്ടാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് ഓരോ ഇടപാടുമായി ബന്ധപ്പെട്ടും നമുക്ക് എഡ്യൂക്കേഷണൽ മോഡിൽ ഓരോ മാസത്തെയും 1-2 ഡേറ്റുകൾ മാത്രമേ എൻട്രി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എഡ്യൂക്കേഷണൽ മോഡാണെങ്കിലും ഇതിനകത്ത് എല്ലാ ഫീച്ചേഴ്സും അവൈലബിൾ ആണ്. നമ്മൾ നോർമലായിട്ട് ഒരു ടാലി പ്രൈം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ ഫീച്ചേഴ്സും അവൈലബിൾ ആണ്. ആകെ ഉള്ള ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഡേറ്റുമായി ബന്ധപ്പെട്ട് ട്രാൻസാക്ഷൻസ് നമുക്ക് എന്താണ് എല്ലാ ഡേറ്റിലും പോസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഓരോ മാസത്തിന്റെയും 1-2 ഡേറ്റ് മാത്രമേ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഡേറ്റ് ഞാൻ മാറ്റുന്നില്ല, എല്ലാം 1-ാം തീയതി തന്നെയാണ് പോസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ ക്രെഡിറ്റ് ചെയ്യേണ്ടത് ക്യാഷ് ആണ്, ഡെബിറ്റ് ചെയ്യേണ്ടത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അപ്പൊ ക്രെഡിറ്റ് ഞാൻ ക്യാഷ് എന്ന അക്കൗണ്ട് സെലക്ട് ചെയ്യുന്നു. നമുക്കറിയാം ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് എന്നുള്ളതാണ്, ബിസിനസ്സിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. അപ്പൊ നമ്മുടെ കയ്യിലെ ബാലൻസ് ഇവിടെ 8 ലക്ഷം രൂപ കാണാം. അതിൽ നിന്ന് 5 ലക്ഷം രൂപയാണ് നമ്മൾ എന്താണ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അല്ലേ. ബാലൻസ് നോക്കിക്കാൻ കറണ്ട് ബാലൻസ് 8 ലക്ഷത്തിൽ നിന്ന് 3 ലക്ഷം രൂപയായി കുറഞ്ഞിട്ടുണ്ട്. കാരണം 5 ലക്ഷം രൂപ നമ്മൾ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. എങ്ങോട്ടാണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലേ. അപ്പൊ ഈ ലിസ്റ്റ് ഓഫ് ലെഡ്ജർ അക്കൗണ്ട്സ് എന്ന് വലത് സൈഡിൽ കാണുന്ന ഈ ഒരു വിൻഡോയിൽ തന്നെ നമുക്ക് ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷനും ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള അക്കൗണ്ടുകൾ ഇവിടെ നിന്ന് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾ കീബോർഡിൽ Alt+C എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്താലും നിങ്ങൾക്ക് അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. 2 ഓപ്ഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നി നമുക്ക് എന്താണ് ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷനിൽ പോവാം, അല്ലെങ്കിൽ Alt+C എന്ന് കീബോർഡിൽ എന്താണ് ഒരുമിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലെഡ്ജർ ക്രിയേഷൻ വിൻഡോ ഇവിടെ ഓപ്പൺ ആവുന്നതാണ് അല്ലേ. ഇവിടെ ഞാൻ കൊടുക്കുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇവിടെ നോക്കാം ഏലിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഷോർട്ട് ഫോം വല്ലതും ഉണ്ടോ. അപ്പൊ നമുക്കിവിടെ SBI എന്ന് കൊടുക്കാം കേട്ടോ. വലിയ പേരുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് സെർച്ച് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഷോർട്ട് ഫോം ഏലിയാസ് കൊടുത്ത് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഞാൻ SBI എന്ന് അടിക്കുമ്പോൾ തന്നെ എനിക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഇടപാടുകളും പെട്ടെന്ന് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ആ ഒരു അർത്ഥത്തിലാണ് നമ്മളിവിടെ ഏലിയാസ് വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ നമ്മുടെ ഈ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ എന്താണ് പ്രോഡക്റ്റിന്റെ കോഡൊക്കെ കൊടുക്കാനും ഇത്തരത്തിൽ എന്താണ് ഈ ഏലിയാസ് നമ്മളെ സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പൊ അത് ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ എന്താണ് അത് ബ്ലാങ്ക് ആയിട്ട് തന്നെ വിടാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ബാങ്ക് അക്കൗണ്ടുകളെല്ലാം അണ്ടർ ബാങ്ക് അക്കൗണ്ട്സിലാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ പ്രത്യേകം എന്താണ് ശ്രദ്ധിക്കുക. ബാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു എൻറ്റിറ്റി ആണ്, ഒരു സ്ഥാപനമാണ്. പേഴ്സണൽ അക്കൗണ്ട് ആണെങ്കിലും ബാങ്കിൽ പൈസ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണ് അത് അസറ്റ് ആയിട്ട് മാറും. നമ്മുടെ ക്യാഷ് ഇല്ലേ, അസറ്റ് ആയിട്ടുള്ള ക്യാഷ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത്തരത്തിൽ അസറ്റ് ബാങ്കിലേക്ക് മാറ്റിയതിനാൽ പിന്നെ എന്താണ് നമ്മൾ അതിനെ അസറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇനി ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം മാക് കൺസൾട്ടൻസി സർവീസസ് നമ്മുടെ കമ്പനിയുടെ പേര് തന്നെയാണ് നമ്മൾ എന്താണ് അക്കൗണ്ട് എടുത്തിട്ടുള്ളത്. ഇവിടെ ഡമ്മി ആയിട്ട് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പ്ലേസ് ചെയ്യാം. IFS കോഡ് എന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം, നമ്മൾ ഇന്ത്യക്കകത്ത് നിങ്ങൾ ഫണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായും നമുക്ക് എന്താണ് IFSC കോഡ് നിർബന്ധമാണ്.
അത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫണ്ട് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇന്റർനാഷണലി ബാങ്ക് ത്രൂ ഇടപാടുകൾ നടത്തുന്നുണ്ടെങ്കിൽ, ഇന്ത്യക്ക് പുറത്തുള്ള കമ്പനികളുമായി നമ്മുടെ കമ്പനി ഫണ്ട് ട്രാൻസ്ഫറോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ സ്വിഫ്റ്റ് കോഡ് നിർബന്ധമായി ഉപയോഗിക്കണം. സ്വിഫ്റ്റ് കോഡ് എന്ന് വെച്ചാൽ ഓരോ ബാങ്കിന്റെയും പ്രത്യേകം കോഡുകളാണ് ബാങ്കുകളെ തിരിച്ചറിയുന്നതിന് വേണ്ടി ഇന്റർനാഷണൽ ട്രാൻസ്ഫറുമായൊക്കെ ബന്ധപ്പെട്ട്. ബ്രാഞ്ച് ഞാൻ കൊടുക്കുന്നു ട്രിവാൻഡ്രം അല്ലേ. സെറ്റ് അണ്ടർ ബാങ്ക് കോൺഫിഗറേഷൻ, ഇത് നമുക്ക് ഫ്യൂച്ചറിൽ ആർട്ടർ ചെയ്യണോ വേണ്ടതെന്നുള്ളതാണ്. ഞാൻ ജസ്റ്റ് അടിച്ച് പോവുകയാണ്. മെയിലിംഗ് അഡ്രസ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അഡ്രസ് ഞാൻ ട്രിവാൻഡ്രം എന്ന് കൊടുക്കുന്നു. നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ഞാൻ എസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അക്കൗണ്ട് ക്രിയേറ്റ് ആവും. നോ എന്ന് കൊടുത്താൽ ക്രിയേറ്റ് ആവില്ല. ജസ്റ്റ് ഞാൻ എസ് കൊടുക്കുന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ 5 ലക്ഷം രൂപ ബാലൻസ് വന്നിട്ടുണ്ട്. അതുപോലെ ക്യാഷിൽ 8 ലക്ഷം രൂപയിൽ 5 ലക്ഷം രൂപ കുറഞ്ഞ് ഇവിടെ 3 ലക്ഷം രൂപ ബാലൻസ് കാണിക്കുന്നു. ആക്ച്വലി ഇഷാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ ബിസിനസ്സിൽ കൊണ്ടുവന്ന ക്യാഷ് 8 ലക്ഷം രൂപയും കയ്യിൽ തന്നെ ഉണ്ട്, നഷ്ടപ്പെട്ടില്ല. കാരണം 3 ലക്ഷം രൂപ ബിസിനസ്സിലും അതുപോലെ 5 ലക്ഷം രൂപ ബാങ്കിലുമുണ്ട്. ഫലത്തിൽ 8 ലക്ഷം രൂപ തന്നെയുണ്ട്. നമ്മളൊരു പൈസയും അതിന് ചിലവാക്കിയിട്ടില്ല, ഒരു പൈസ അതിലേക്ക് ആഡ് ചെയ്തിട്ടുമില്ല. അപ്പൊ ഈ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും കോൺഫിഗർ ചെയ്യാനുണ്ടെങ്കിൽ ഓരോ വൗച്ചറിലും നിങ്ങൾക്ക് ആവശ്യാനുസരണം നിങ്ങളുടെ ബിസിനസിന്റെ പർപ്പസ് അനുസരിച്ചുകൊണ്ട് ട്രാൻസാക്ഷൻസ് ആയാലും അക്കൗണ്ടുകളായാലും കോൺഫിഗർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ കീബോർഡിൽ F12 എന്നുള്ള ബട്ടണാണ്. വലത് സൈഡിൽ കോർണറിലായി ഏറ്റവും അടിഭാഗത്തിൽ നിങ്ങൾക്ക് കാണാം F12 കോൺഫിഗർ എന്നുള്ള ഓപ്ഷനാണ്. അതിൽ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ കാണാം യൂസ് ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ടു ബൈ ഡ്യൂറിംഗ് വൗച്ചർ ഉണ്ട്. ഇവിടെ ആൾറെഡി നമ്മൾ ഡെബിറ്റും ക്രെഡിറ്റും ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ 2 ബൈ ആണ് ഡിഫോൾട്ടായിട്ട് വരണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റി ക്രെഡിറ്റോ ഡെബിറ്റോ എന്ന് കൊടുക്കാം നിങ്ങളുടെ ആവശ്യാനുസരണം. നെഗറ്റീവ് ബാലൻസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ക്യാഷിന് നെഗറ്റീവ് ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്കൊരു വാർണിംഗ് കിട്ടാൻ വേണ്ടിയാണ് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബാങ്ക് അലോക്കേഷൻ ഉള്ള പർപ്പസ് എസ് കൊടുക്കുകയാണ്. ബുക്ക് ചെക്ക് ലീഫ് പ്രിന്റർ വെച്ചുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ചെക്കിന്റെ ഡയമെൻഷൻ സെറ്റ് ചെയ്തുകൊണ്ട് ടാലി പ്രൈമിൽ നിന്നും പ്രിന്റ് കൊടുക്കാനും അത്തരത്തിൽ പേയ്മെന്റ് ഇഷ്യൂ ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ് കേട്ടോ. ആ ഓപ്ഷനൊക്കെ എനേബിൾ ചെയ്യണോ വേണ്ടെന്നുള്ളതാണ്. തൽക്കാലം ഞാൻ നോ കൊടുത്ത് പോവുകയാണ്. ഇപ്പോൾ പ്രൊവൈഡ് ക്യാഷ് ഡിനോമിനേഷൻ ഡീറ്റെയിൽസ്, നമ്മൾ ഫണ്ട് 5 ലക്ഷം രൂപ ഞാൻ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. നമ്മൾ ഈ ട്രാൻസാക്ഷൻസ് സേവ് ചെയ്യുന്ന സമയത്ത് ചോദിക്കും എത്ര രൂപയാണ് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്തത്, അതിന്റെ ഡിനോമിനേഷൻ. ഇപ്പോൾ 2000-ന്റെ എത്ര നോട്ടാണ്, 1000-ന്റെ എത്ര നോട്ടാണ്, 500-ന്റെ എത്ര നോട്ടാണ്. ഇപ്പോൾ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടിൽ നമുക്ക് കുറച്ച് ഒരു ട്രാക്ക് കറക്റ്റ് കിട്ടാൻ വേണ്ടിയാണ് എത്ര രൂപ നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്ത് അറിയാൻ വേണ്ടിയാണ്. നോ കൊടുത്തു കഴിഞ്ഞാൽ കാണിക്കില്ല. ഞാൻ ജസ്റ്റ് യെസ് കൊടുത്ത് പോവാം, നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ അതൊന്ന് സെറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇടപാട് ഇവിടെ സേവ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇവിടെ നമുക്ക് ഡിനോമിനേഷൻ ചോദിക്കും. 5 ലക്ഷം രൂപ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് 2000-ന്റെ എത്ര നോട്ടുണ്ട്, 1000-ന്റെ എത്ര നോട്ടുണ്ട്, 500-ന്റെ എത്ര നോട്ടുണ്ട് എന്നുള്ളതാണ് അല്ലേ. ഇപ്പൊ ഞാനിവിടെ 500-ന്റെ കൊടുക്കുകയാണ്. അപ്പൊ 500-ന്റെ 1000 നോട്ടുകളാണ് ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തത് അല്ലേ. അപ്പൊ കറക്റ്റ് 5 lakhs rupees ഇവിടെ കാണാം. ജസ്റ്റ് ഞാൻ അത് സേവ് ചെയ്യുകയാണ്. നരേഷനാണ് ബീങ് ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ദി ബാങ്ക് അല്ലേ. ഞാനത് സേവ് ചെയ്യുകയാണ്. ഡേ ബുക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മനസ്സിലാക്കാൻ നമ്മൾ ഓരോ ദിവസവും ചെയ്ത ട്രാൻസാക്ഷൻ ഇവിടെ കാണാം. ഇപ്പോൾ ഏപ്രിൽ മാസത്തെ ഇടപാടെല്ലാം ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് എഡ്യൂക്കേഷൻ മോഡ് ആയതുകൊണ്ട് തന്നെ അവിടെ 1-4 ഉപയോഗിച്ചിട്ടാണ്. വളരെ എളുപ്പമാണ്. ഡേ ബുക്കിൽ 1-4 പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഇടപാടും കാണാൻ സാധിക്കും അല്ലേ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം റെസിപ്റ്റ് വൗച്ചറിൽ ഇഷാൻ സ്കാപ്പിൽ 8 ലക്ഷം രൂപ ബിസിനസ്സിൽ വന്നു. അതുപോലെ തന്നെ കോൺട്രാ വൗച്ചർ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് 5 ലക്ഷം രൂപ ബാങ്കിലേക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ആ എമൗണ്ട് ആണ് നിങ്ങളുടെ മുകളിൽ കാണുന്നത്. ഒരു ദിവസവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഇടപാടുകളും നമുക്ക് ഈ ഡേ ബുക്കിലൂടെ കാണുവാൻ സാധിക്കുന്നതാണ്. അടുത്ത 3-4 ബന്ധപ്പെട്ടുള്ള ട്രാൻസാക്ഷനും അതെങ്ങനെയാണ് ടാലി പ്രൈമിൽ പോസ്റ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഏപ്രിൽ 2-ാം തീയതി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തുകൊണ്ട് ഇഷാൻ 5 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്തു. ഏപ്രിൽ 3-ാം തീയതി ഇഷാൻ വിചാരിച്ചു ഓഫീസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതുവരെ ഇടപാടൊന്നും നടത്തിയിട്ടില്ല, ഓഫീസിൽ സ്റ്റേഷനറി ഐറ്റംസിന്റെ ഒക്കെ കുറവുണ്ട് ഇല്ലേ. അവിടെ കാൽക്കുലേറ്റർ ഇല്ല, പേപ്പർ ഇല്ല. അക്കാരണം കൊണ്ട് തന്നെ പേപ്പറോ കാൽക്കുലേറ്റർ ഒക്കെ വാങ്ങിക്കുന്നതിന് വേണ്ടി ഒരു 2000 രൂപ സ്റ്റേഷനറി ഐറ്റംസിന് വേണ്ടി ചിലവാക്കാൻ ഇഷാൻ പറഞ്ഞു. പർച്ചേസിൽ സ്റ്റേഷനറി പേയിങ് ക്യാഷ് ₹2000, 2000 രൂപ എടുത്ത് ഓഫീസിന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റേഷനറി ഐറ്റംസ് നമ്മൾ വാങ്ങി എന്നുള്ളതാണ്. അപ്പൊ ബിസിനസ്സിൽ ഒരു എക്സ്പെൻസ് ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ് അല്ലേ, ആ 3 അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും അറിഞ്ഞിരിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ ഇവിടുത്തെ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷൻ എന്നാണ് കോമൺ ആയിട്ട് നമ്മൾ അക്കൗണ്ടിങ്ങിലെ എക്സ്പെൻസിന്റെ ഹെഡ് പറയുന്നത്. ഇവിടെ നമ്മൾ മാനുഫാക്ചറിങ്ങോ ട്രേഡിങ്ങോ കമ്പനിയെ സംബന്ധിച്ച് അവിടെ നമുക്ക് സെയിൽസ് ഇൻവോയ്സ് പ്രിന്റ് ചെയ്യാനുണ്ട്, അതുപോലെ മെറ്റീരിയൽ റെസീപ്റ്റ് നോട്ട് പ്രിന്റ് ചെയ്യാനുണ്ട്, അതുപോലെ ഗുഡ്സ് റിസീവ്ഡ് നോട്ട് പ്രിന്റ് ചെയ്യാനുണ്ട്. ഇത്തരത്തിൽ റെസിപ്റ്റ് വൗച്ചറും പേയ്മെന്റ് വൗച്ചറും അങ്ങനെ ഒരുപാട് വൗച്ചറുകൾ പ്രിന്റ് ചെയ്യാനുണ്ട്. അപ്പൊ അത്തരത്തിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രിന്റിങ്ങിന് പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ അത് നമ്മൾ ഇടുന്ന അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ എക്സ്പെൻസിന്റെ ഹെഡ് എന്ന് പറഞ്ഞാൽ
പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ആണ്. ഒരുമിച്ചാണ് നമ്മൾ എന്താണ് അത് പോസ്റ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചെറിയ രീതിയിലുള്ള എന്താണ് അല്ലറ ചില്ലറ ചിലവുകളും പേപ്പർ മേടിക്കുന്നു പ്രിന്റിംഗ് പർപ്പസിനായിട്ട്, അതുപോലെ കാൽക്കുലേറ്റർ വാങ്ങിക്കുന്നു, പേന മേടിക്കുന്നു, പെൻസിൽ മേടിക്കുന്നു, ഇത്തരത്തിലുള്ള എക്സ്പെൻസുകളെല്ലാം, അതുപോലെ പ്രിന്റിങ്ങും ഇതുപോലുള്ള എക്സ്പെൻസ് എല്ലാം കൂടെ ചേർത്ത് നമ്മൾ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിന്റെ അണ്ടറിലാണ് എന്താണ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ചെറിയ രീതിയിലുള്ള ഒരു പർച്ചേസിംഗ് മാത്രമാണ് നടത്തിയത്. സ്റ്റേഷനറി ഐറ്റംസ് മാത്രം മതി, നമുക്ക് പ്രിന്റിങ്ങുമായി ബന്ധപ്പെട്ടുള്ള എന്താണ് വലിയ എക്സ്പെൻസും കാര്യങ്ങളൊന്നും ഈ ഇഷാന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇഷാൻ 2000 രൂപ തന്നുകൊണ്ട് സ്റ്റേഷനറി ഐറ്റംസ് വാങ്ങിക്കോളാൻ പറഞ്ഞു. നമ്മൾ 2000 രൂപ കൊടുത്ത് എന്താണ് സ്റ്റേഷനറി ഐറ്റംസ് വാങ്ങിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ 2 അക്കൗണ്ട് നോക്കാം. ഒന്ന് പർച്ചേസ്ഡ് സ്റ്റേഷനറി, അവിടെ സ്റ്റേഷനറി അക്കൗണ്ട് എന്നുള്ളതാണ് എന്താണ് ഒരു അക്കൗണ്ട്. രണ്ടാമത് ഇവിടെ ക്യാഷുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടാണ്. ക്യാഷ് പോയി ബിസിനസ് അല്ലേ. അപ്പൊ ക്യാഷും ഉണ്ട്, സ്റ്റേഷനറി ഐറ്റംസും ഉണ്ട്. ഇവിടെ സ്വാഭാവികമായും നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും, ഈ പർച്ചേസ്ഡ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ പർച്ചേസ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് അല്ലേ, എന്തുകൊണ്ടാണ് പർച്ചേസ് അക്കൗണ്ട് ആയിട്ട് അവിടെ ട്രീറ്റ് ചെയ്യാത്തത്? നമ്മൾ മനസ്സിലാക്കണം, പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ എടുക്കുന്ന അക്കൗണ്ട് പർച്ചേസ് ആണ്. അത് ഗ്രോസ് പ്രോഫിറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ബിസിനസ്സിലേക്ക് പ്രോഡക്റ്റുകൾ വാങ്ങിക്കൊണ്ട് വരികയും അത് വിൽപ്പനയ്ക്കായി ഇല്ലേ സെയിൽ ചെയ്യുന്നതിനായി നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ നമ്മൾ ഗുഡ്സിന് പ്രാധാന്യം കൊടുക്കാതെ എന്താണ് അവിടെ പർച്ചേസിന് പ്രാധാന്യം കൊടുക്കണം. അപ്പോൾ എത്ര രൂപയ്ക്ക് ആ പ്രോഡക്റ്റ് വാങ്ങിയ ആ പ്രോഡക്റ്റിന്റെ കോസ്റ്റ് ശരിയായ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി, ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ എന്താണ് പർച്ചേസ് എന്ന അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തുകൊണ്ട് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത്. ഇവിടെ നമുക്ക് സ്റ്റേഷനറി സംബന്ധിച്ച് നമുക്കത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് അല്ലേ. അവിടെ നമ്മൾ പർച്ചേസ് അക്കൗണ്ട് തന്നെ വീണ്ടും സ്റ്റേഷനറിയുമായി ബന്ധപ്പെടുത്തി നമ്മൾ എന്താണ് പർച്ചേസിൽ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആലോചിക്കണം, വീണ്ടും അത് ഗ്രോസ് പ്രോഫിറ്റിനെ ബാധിക്കും. അവിടെ നമുക്ക് ശരിയായ രീതിയിൽ ഗ്രോസ് പ്രോഫിറ്റോ അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റോ അറിയാൻ സാധിക്കില്ല. അപ്പോൾ ഇവിടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് ഉണ്ട് അല്ലേ. പർച്ചേസുമായി ബന്ധപ്പെട്ട് ഗ്രോസ് പ്രോഫിറ്റുമായി ബന്ധപ്പെട്ട് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്ന കാര്യമാണെങ്കിൽ ഇവിടെ സ്റ്റേഷനറി പോലുള്ള ഐറ്റംസ് ഇല്ലേ, അതിനുശേഷം നമ്മൾ എന്താണ് ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് ബിസിനസ്സിലുണ്ടാകുന്ന എക്സ്പെൻസുകൾ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് നെറ്റ് പ്രോഫിറ്റുമായി ബന്ധപ്പെട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്. അപ്പോൾ ഉദാഹരണത്തിന് നമ്മളിവിടെ സ്റ്റേഷനറി അക്കൗണ്ട് അല്ല ഡയറക്റ്റ് പർച്ചേസ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാം, പർച്ചേസ് അക്കൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ഗ്രോസ് പ്രോഫിറ്റിനെയാണ് ബാധിക്കുന്നത്. അപ്പോൾ ആക്ച്വൽ നെറ്റ് പ്രോഫിറ്റ് വരുമ്പോൾ നമുക്ക് ഇൻഡയറക്റ്റ് എക്സ്പെൻസിലൊന്നും എന്താണ് പോസ്റ്റ് ചെയ്യാനുണ്ടാവില്ല. എല്ലാ പർച്ചേസും നമ്മൾ പർച്ചേസിൽ ഇടുകയാണെങ്കിൽ അവിടെ ഗ്രോസ് പ്രോഫിറ്റ് കറക്റ്റ് ആകില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ഡയറക്റ്റ് എക്സ്പെൻസുമായി ബന്ധപ്പെട്ട് പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ടുള്ളതാണെങ്കിൽ നമ്മൾ പർച്ചേസ് അക്കൗണ്ടിലും, അല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള പർച്ചേസ് എല്ലാം നമ്മൾ എന്താണ് പർച്ചേസ് അല്ലാതെ ബാക്കിയുള്ള അക്കൗണ്ടുകളിലുമാണ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റേഷനറി എന്ന് പറഞ്ഞൊരു അക്കൗണ്ടും അതുപോലെ തന്നെ ക്യാഷ് എന്ന് പറഞ്ഞ മറ്റൊരു അക്കൗണ്ടും ഉണ്ട്. 2 അക്കൗണ്ടും മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമുക്ക് ജേർണൽ എൻട്രി പാസ് ചെയ്യാം. ഇവിടെ നോക്കേണ്ടത് സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എക്സ്പെൻസ് ആണ്. അപ്പോൾ അതിന്റെ റൂൾ എന്ന് പറഞ്ഞാൽ നോമിനൽ അക്കൗണ്ടിന്റെ റൂളാണ് അല്ലേ. ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ആൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ഇവിടെ ഇൻകം ആണോ എക്സ്പെൻസ് ആണോ എന്ന് ചോദിച്ചാൽ എക്സ്പെൻസ് ആണ്. അപ്പോൾ ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് എന്ന റൂൾ അനുസരിച്ച് കൊണ്ട് സ്റ്റേഷനറി നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെബിറ്റ് ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ക്യാഷ് ആണ് അല്ലേ. ക്യാഷ് വരുന്നത് അസറ്റുമായി ബന്ധപ്പെട്ടുള്ള അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ റിയൽ അക്കൗണ്ടിന്റെ റൂളാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. റിയൽ അക്കൗണ്ട് റൂൾ എന്താണ്? 2 ട്രാൻസാക്ഷനിലും ഞാൻ പറഞ്ഞതാണ്, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അസറ്റ് എന്ന് പറയുന്ന ക്യാഷ് ബിസിനസ് വരുന്നുവെങ്കിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യണം, പോകുന്നുവെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം. ഇവിടെ നമ്മൾ സ്റ്റേഷനറി കടയിൽ പോയി സാധനം വാങ്ങിക്കുമ്പോൾ ക്യാഷ് പോവുകയാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഇഷാന്റെ മാക് കൺസൾട്ടൻസി സർവീസിൽ നിന്ന് 2000 രൂപ പോവുകയാണ്. അക്കാരണം കൊണ്ട് തന്നെ എന്താണ് ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ജനറൽ എൻട്രി പറയുന്നത് സ്റ്റേഷനറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ആണ് അല്ലേ. ബിസിനസ്സിൽ സ്റ്റേഷനറി എക്സ്പെൻസുമായി ബന്ധപ്പെട്ട് 2000 രൂപ നമ്മൾ ചിലവാക്കി കുറച്ച് സാധനങ്ങൾ വാങ്ങി, ആ സാധനങ്ങൾ ബിസിനസ് വന്നപ്പോൾ ക്യാഷ് ഇനത്തിൽ 2000 രൂപ ബിസിനസ്സിൽ നിന്നും പോയി എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ടാലി പ്രൈമിൽ എൻട്രി ചെയ്യുന്നതിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യേണ്ട 2 അക്കൗണ്ട് ഏതൊക്കെയാണ്? ഒന്ന് സ്റ്റേഷനറി ആണ്, മറ്റൊന്ന് ക്യാഷ് ആണ്. ഇവിടെ ക്യാഷ് ഓൾറെഡി എന്താണ് ടാലി പ്രൈമിൽ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ സ്റ്റേഷനറി എന്ന് പറഞ്ഞൊരു അക്കൗണ്ടാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ടാലി പ്രൈമിൽ ഈ ട്രാൻസാക്ഷൻ നമുക്ക് പോസ്റ്റ് ചെയ്യാം. ഇവിടെ വൗച്ചർ ഞാൻ സെലക്ട് ചെയ്യുന്നു. ഏത് വൗച്ചർ ആണെന്ന് ചോദിച്ചാൽ നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് 8 ലക്ഷം രൂപ ക്യാഷ് വന്നപ്പോൾ നമ്മൾ റെസീപ്റ്റ് വൗച്ചർ കാണിച്ചു അല്ലേ. ക്യാഷ് കിട്ടിയതാണ്. കയ്യിലുള്ള ക്യാഷ് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത സമയത്ത് നമ്മൾ കോൺട്രാ വൗച്ചർ യൂസ് ചെയ്തു. നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പേയ്മെന്റ് വൗച്ചർ യൂസ് ചെയ്യാണ്. കാരണം നമ്മുടെ ബിസിനസ്സിൽ നിന്ന് നമ്മൾ 2000 രൂപ പേയ്മെന്റ് ചെയ്തു. എന്തിനാണ്? സ്റ്റേഷനറി ഐറ്റംസ് വാങ്ങിക്കുന്നതിന് വേണ്ടി അല്ലേ. അവിടെ നമുക്കറിയാം അത് പേയ്മെന്റ് വൗച്ചറിലാണ് നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ പേയ്മെന്റ് വൗച്ചറിൽ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ നമ്മൾ എൻട്രി ചെയ്യാണ്. ഡേറ്റ് നമുക്ക് ഡിഫോൾട്ട് ആയിട്ടുള്ളത് തന്നെയാണ്, ഞാൻ മാറ്റുന്നില്ല. കാരണം ഞാൻ പറഞ്ഞു ഡേറ്റ് നമുക്ക് മാറ്റി ടാലി എഡ്യൂക്കേഷൻ മോഡിൽ പോസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഞാൻ ഈ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് ഡേറ്റ് പറയുമ്പോൾ അത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചിരുന്നാൽ മാത്രം മതി. ക്യാഷ് അക്കൗണ്ട് ഓൾറെഡി നമ്മൾ എന്താണ് സിസ്റ്റത്തിലുണ്ട്. സ്റ്റേഷനറിയുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു ട്രാൻസാക്ഷൻ നടക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ സിസ്റ്റത്തിൽ അത് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ക്രിയേറ്റ് എന്നുള്ള ഈ ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്താണ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ലെഡ്ജർ ക്രിയേഷൻ വിൻഡോയിൽ ഞാൻ എഴുതുന്നു സ്റ്റേഷനറി അല്ലേ. സ്റ്റേഷനറി എക്സ്പെൻസസ്. അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ മനസ്സിലാക്കുക. അതിനുശേഷം ടാലി സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുകയാണെങ്കിൽ
വളരെ അനായാസം നിങ്ങൾക്ക് എന്താണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ എല്ലാത്തിലും നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, ഇതെന്താണ് അതെന്താണ്. ഇത്തരത്തിൽ ആ ഡൗട്ട് വെച്ചുകൊണ്ട് നമ്മൾ എന്താണ് ടാലിയിൽ ഓരോ ട്രാൻസാക്ഷൻസ് ചെയ്യുമ്പോൾ എത്രത്തോളം അതിന്റെ റിസൾട്ട് ഓക്കെ ആകും എന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രധാന ചോദ്യം കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കാര്യങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കി ടാലിയിൽ എന്താണ് കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് സ്റ്റേഷനറി എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണോ ഡയറക്റ്റ് എക്സ്പെൻസ് ആണോ എന്ന് മനസ്സിലാക്കാൻ ആദ്യം ഡയറക്റ്റ് എക്സ്പെൻസും ഇൻഡയറക്റ്റ് എക്സ്പെൻസും എന്താണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഒരു ബിസിനസിനെ സംബന്ധിച്ച് അവിടെ ഒരു പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ട്രേഡിംഗ് കമ്പനിയെ സംബന്ധിച്ച് ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കൊണ്ട് വരുമ്പോഴുള്ള എക്സ്പെൻസും മാനുഫാക്ചറിംഗ് കമ്പനിയെ സംബന്ധിച്ച് ആ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പെൻസും എല്ലാം ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇനി ആ പ്രോഡക്റ്റ് വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടാകുന്ന ചെലവുകൾ, അത്തരത്തിലുള്ള ചെലവുകൾ നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. പ്രോഡക്റ്റ് ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അത് വിൽക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് ചിലവുണ്ട്. അഡ്വർടൈസ്മെന്റ് ആയാലും സാലറി കൊടുത്തുകൊണ്ട് സെയിൽസിനെ സ്റ്റാഫുകൾ എടുത്തുകൊണ്ട് ബിസിനസ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയും ആ പ്രോഡക്റ്റ് സെല് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഒരുപാട് ചിലവുകൾ വരും. ഇതിനെ നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ സ്റ്റേഷനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയൊന്നുമല്ല, പ്രോഡക്റ്റും കാര്യങ്ങളൊന്നും ഇല്ല, ഇവിടെ സർവീസ് ഓർഗനൈസേഷൻ ആണ്. ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അത് റൺ ചെയ്യുന്നതിന് വേണ്ടിയുള്ള എക്സ്പെൻസുകളാണ്. കാൽക്കുലേറ്റർ ആയാലും പേപ്പർ ആയാലും ഡേ ടു ഡേ ആക്ടിവിറ്റീസ് നടക്കുന്നതിന് വേണ്ടിയുള്ള ചെലവുകളാണ്. ഒട്ടുമിക്ക എക്സ്പെൻസുകളും വരുന്നത് എന്താണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസിന്റെ അണ്ടറിലാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കാം, നമ്മൾ സ്റ്റേഷനറി എക്സ്പെൻസസ് പോസ്റ്റ് ചെയ്യുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസിലാണ്. അപ്പോൾ ടൈപ്പ് ഓഫ് ലെഡ്ജർ നോക്കാം. നമുക്ക് ഇൻവോയ്സ് റൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയങ്ങളിൽ ചെറിയ എന്താണ് ഡെസിമൽ പ്ലേസുമായി ബന്ധപ്പെട്ട് പൈസ കണക്കൊക്കെ വരാറുണ്ട്. 2027.50 പൈസ, ഈ 50 പൈസ റൗണ്ട് ചെയ്തുകൊണ്ട് 2027 എന്ന് കാണിക്കുകയാണ് അല്ലേ. അല്ലെങ്കിൽ എന്താണ് 50 പൈസക്ക് ഒരു 40 പൈസ. അപ്പൊ ഇത്തരത്തിൽ എമൗണ്ടുകൾ വരുന്ന സാഹചര്യങ്ങളിൽ തന്നെ റൗണ്ട് ചെയ്ത് കാണിക്കാനുള്ള ഓപ്ഷൻ അത് എനേബിൾ ചെയ്യണോ വേണ്ടി എന്നുള്ളതാണ് ഇൻവോയ്സ് റൗണ്ടിംഗ് എന്നുള്ളത്. ഇവിടെ ഞാൻ നോട്ട് ആപ്ലിക്കബിൾ കൊടുക്കുന്നു. എക്സ്പെൻസുമായി ബന്ധപ്പെട്ട് നമുക്ക് മെയിലിംഗ് ഡീറ്റെയിൽസോ സ്റ്റേറ്റോ കാര്യങ്ങളോ ബാങ്ക് ഡീറ്റെയിൽസോ ഒന്നും തന്നെ ഇല്ല. ജസ്റ്റ് എൻ്റർ ചെയ്ത് മതി അല്ലേ. ആക്സെപ്റ്റ് ചെയ്തു, നമ്മൾ സേവ് ചെയ്യുന്നു. ഡെബിറ്റ് അക്കൗണ്ട് കിട്ടിയിട്ടുണ്ട്. സ്റ്റേഷനറി എക്സ്പെൻസസ് എമൗണ്ട് നമുക്കറിയാം 2000 രൂപയാണ് അല്ലേ. ക്രെഡിറ്റ് നമുക്കറിയാം ക്യാഷ് ആണ് നമ്മൾ കൊടുക്കുന്നത് 2000 രൂപ. അപ്പോൾ നിങ്ങൾക്കൂടെ കാണാം 2000 രൂപ എക്സ്പെൻസ് എൻട്രി പോയപ്പോൾ 3 ലക്ഷം രൂപ കയ്യിൽ ക്യാഷ് ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഓട്ടോമാറ്റിക്കലി 2000 രൂപ കുറഞ്ഞ് 2,98,000 രൂപ ആയിട്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഓരോ ഇടപാട് നടക്കുമ്പോഴും എന്താണ് നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ആയാലും ബാങ്കിലുള്ള ക്യാഷിന്റെ എമൗണ്ട് ആയാലും കുറയുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഞാൻ നരേഷൻ ഇടുന്നു. ഇപ്പൊ ബീങ് സ്റ്റേഷൻ എക്സ്പെൻസസ് പെയ്ഡ് എന്ന് ഞാൻ നരേഷൻ കൊടുത്തു. മേടിച്ച സ്ഥാപനത്തിന്റെ പേര് കൂടെ ഞാൻ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ടു ബോംബെ ഫാൻസി. ഫ്യൂച്ചറിൽ ഞാൻ ഈ പേപ്പറൊക്കെ വാങ്ങിയത് എവിടെയെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഈ ഇടപാട് എന്താണ് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ അവിടെ എനിക്ക് മനസ്സിലാകും. ഈ നരേഷൻ നോക്കിയാൽ ബോംബെ ഫാൻസി എന്നാണ് ഈ ഒരു ഇടപാടുമായി ബന്ധപ്പെട്ട് നമ്മൾ പേപ്പറൊക്കെ വാങ്ങിയത്. അപ്പോൾ ഇതാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചത്. പ്രോപ്പറായിട്ട് നരേഷൻ നമ്മൾ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ എന്താണ് ആ ഇടപാടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് എന്താണ് കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ട്രാൻസാക്ഷൻ എന്താണ് ടാലിയിൽ പോസ്റ്റ് ചെയ്യും. നമുക്ക് നാലാമത്തെ ട്രാൻസാക്ഷൻ എന്താണെന്ന് പരിശോധിക്കാം. ട്രാൻസാക്ഷൻ 4 എന്താണെന്ന് ചോദിച്ചാൽ ഏപ്രിൽ 5, 2024 നിങ്ങൾ രാവിലെ ഇഷാനെ വിളിക്കുകയാണ്. ആ ബിസിനസിന്റെ ഓണർ ഇഷാനാണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ, നിങ്ങളുടെ അക്കൗണ്ടന്റുമാണ്. അപ്പൊ നിങ്ങൾ വിളിച്ചിട്ട് പറയുന്നത് സാർ ഇവിടെ ഓഫീസിൽ ഫയൽ വെക്കാനോ മറ്റു സാധനങ്ങൾ കീപ്പ് ചെയ്യാനോ ടേബിൾ ഇല്ല, അതുപോലെ നമുക്ക് ഇരിക്കാൻ ചെയർ ഇല്ല, നമ്മൾ നിന്നുകൊണ്ടാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ വെയിറ്റിംഗ് ഏരിയയിലും ചെയർ ഇല്ല, കസ്റ്റമേഴ്സ് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇതിനെല്ലാം കുറച്ച് പൈസ അനുവദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം വാങ്ങാമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ രാവിലെ ഇഷാനെ വിളിച്ചു. അപ്പൊ ഇഷാൻ പറഞ്ഞു ശരി, അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിൽ ഓഫീസ് ടേബിളും ഓഫീസ് ചെയറും വെയിറ്റിംഗ് ചെയറും നിങ്ങൾക്ക് വാങ്ങിക്കാം. എവിടെ നിന്ന് ചോദിച്ചാൽ ഡൂറോ ഫർണിച്ചർ. പക്ഷെ എൻ്റെ കയ്യിൽ പൈസ തൽക്കാലത്തേക്ക് ഇല്ല ഇതിനു വേണ്ടി ചിലവാക്കാൻ. നിങ്ങൾ ഡൂറോ ഫർണിച്ചറിൽ പോയി കടത്തിന് ഈ സാധനങ്ങൾ വാങ്ങുക. നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് പൈസ വരുന്ന സമയത്ത് നമുക്ക് ഈ പൈസ എന്താണ് ഡൂറോ ഫർണിച്ചറിന് കൊടുത്ത് ആ കടം തീർക്കാവുന്നതാണ്. അപ്പൊ ആ ഒരു ടേംസിൽ എന്താണ് പർച്ചേസ്ഡ് ഫോളോയിങ് അസറ്റ്സ് ഫ്രം ഡൂറോ ഫർണിച്ചർ. ഡൂറോ ഫർണിച്ചറിൽ നിന്നും നമ്മൾ കടത്തിന് ഓൺ ക്രെഡിറ്റ് കടത്തിന് ഈ പറയുന്ന സാധനങ്ങളെല്ലാം വാങ്ങി എന്നുള്ളതാണ്. ഇപ്പൊ യൂസ്ഫുൾ ലൈഫ് ഓഫ് എബോവ് അസറ്റ് ഈസ് അറൌണ്ട് 10 years. അപ്പൊ ലീഷ നിങ്ങളുടെ അടുത്ത് ചോദിച്ചു ഈ വായിക്കുന്നതെല്ലാം നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് അസറ്റ് ആണല്ലോ. അപ്പൊ നിങ്ങൾ പറഞ്ഞു അതെ, കാരണം നിങ്ങൾ അക്കൗണ്ടന്റ് ആണ്, നിങ്ങൾ ഇതെല്ലാം അറിഞ്ഞിരിക്കണം അല്ലേ. ഇപ്പൊ ടേബിൾ ആയാലും ചെയർ ആയാലും ബിസിനസ്സിനെ സംബന്ധിച്ച് അത് അസറ്റ് ആണ്. ഇതിന്റെ യൂസ്ഫുൾ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു 10 വർഷത്തേക്ക് നമുക്ക് ഇത് ബിസിനസ്സിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ്. 10 വർഷം കഴിയുമ്പോൾ അതിന്റെ സ്ക്രൂ ഒക്കെ തുരുമ്പെടുക്കും, അതുപോലെ അതിന്റെ ഷീറ്റൊക്കെ കീറും. അത്തരത്തിൽ നമ്മൾ എന്താണ് ബിസിനസ്സിൽ മാക്സിമം ഉപയോഗിച്ച് അത് കളയുക എന്നുള്ളതാണ് നോർമലി നമ്മൾ ഈ ഫിക്സഡ് അസറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ല, ചില സമയങ്ങളിൽ വിൽക്കുന്ന സമയത്ത് സ്ക്രാപ്പ് വാല്യൂ ഒക്കെ കിട്ടാറുണ്ട്. ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്താണ് 1 വർഷത്തിനുള്ളിൽ നമ്മൾ ഉപയോഗിക്കുകയും പെട്ടെന്ന് നമുക്ക് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള അസറ്റിലാണ് നമ്മൾ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് സാധാരണ നമ്മൾ ഡിപ്രീസിയേഷൻ ഒന്നും ഇല്ല. അത് നമ്മൾ ചെയ്യുന്നത് ആ മാർക്കറ്റ് വില അനുസരിച്ച് നമ്മൾ വിറ്റ് ആ പൈസ ബിസിനസ്സിലേക്ക് എടുക്കുകയാണ്. അതായത് നമ്മളിപ്പോൾ സ്റ്റോക്കിന്റെ കേസ് പറഞ്ഞാലും അല്ലേ,
എന്താണ് കറണ്ട് അസറ്റ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന നമ്മുടെ പ്രോഡക്റ്റ് ആണ്. ആ പ്രോഡക്റ്റ് ആ മാർക്കറ്റിൽ നമ്മൾ ഏത് റേറ്റ് ആണ് അതനുസരിച്ച് വിറ്റാണ് നമ്മൾ പ്രോഡക്റ്റിന് എന്താണ് ക്യാഷ് ആക്കി മാറ്റുന്നത്. ഇനി ഫിക്സഡ് അസറ്റിനെ സംബന്ധിച്ച് ഒരു വർഷത്തിന് മുകളിൽ നമ്മൾ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടും എന്താണ് മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വലിയ വലിയ എക്യുപ്മെന്റ്സ് അല്ലേ, മിഷനറി ആയാലും അതുപോലെ എന്താണ് ഫർണിച്ചർ ആയാലും ഇതിനേക്കാണ് നമ്മൾ ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഒരുപാട് നാളത്തേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായി അത് ഉപയോഗിക്കുന്നതനുസരിച്ച് അതിന് കാലപ്പഴക്കം വരും. അതിന്റെ റേറ്റ് നമ്മൾ വാങ്ങിയ വില നമുക്ക് വിൽക്കുമ്പോൾ കിട്ടില്ല, വില കുറഞ്ഞു വരും. 10 വർഷം നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം എന്താണ് അതിന്റെ വില സീറോ ആകുമ്പോൾ മാക്സിമം നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. വില സീറോ ആകുന്ന സമയത്ത് നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടത് സീറോ ആവുമെങ്കിലും നമ്മൾക്ക് മാർക്കറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്ക്രാപ്പ് വാല്യൂ ആയിട്ട് ചെറിയ എമൗണ്ട് ഒക്കെ കിട്ടും അല്ലേ. അത് നമ്മൾ എന്താണ് ഇൻകമായിട്ട് ബിസിനസ്സിൽ കാണിക്കാറുമുണ്ട്. അപ്പോൾ അക്കൗണ്ടിങ് കോഴ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിപ്രിസിയേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് കാണാത്ത കൂട്ടുകാർ തീർച്ചയായും എന്താണ് ആ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഈ ഈശ നിങ്ങളുടെ ചോദിക്കുകയാണ്, നമുക്ക് ഈ അസറ്റ് എത്ര വർഷത്തേക്കാണ് നമ്മുടെ ബിസിനസ്സിൽ ഉപയോഗിക്കേണ്ടത്? അപ്പൊ നിങ്ങൾ പറയുന്നു 10 വർഷം നമുക്ക് ഉപയോഗിക്കാം സാർ, അതുകൊണ്ട് ഇതാണ് ഇത് 10 വർഷത്തെ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഈ അസറ്റുകൾ വാങ്ങി നമുക്ക് ട്രാൻസാക്ഷൻസ് പോസ്റ്റ് ചെയ്യാമെന്ന് പറയുന്നു. ഈ ഇടപാടുമായി ബന്ധപ്പെട്ട് നമുക്ക് 2 അക്കൗണ്ടുകൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അല്ലേ. ഒന്ന് നമ്മൾ പറയുന്നത് ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടാണ്. അതിന്റെ അണ്ടറിലാണ് നമ്മൾ ഈ ഓഫീസ് ചെയർ ടേബിളൊക്കെ പോസ്റ്റ് ചെയ്യുന്നത്. രണ്ടാമത് നമുക്കിവിടെ ക്യാഷ് ഉണ്ടോന്ന് ചോദിച്ചാൽ നമ്മൾ ക്യാഷിനൊന്നും വാങ്ങിയിട്ടില്ല, പകരം കടത്തിനാണ് വാങ്ങിയത്. അപ്പൊ കടത്തിന് വാങ്ങിയ ആളെ അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ടാലിയിൽ കാണിക്കണം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ കടം നമ്മൾ വീട്ടിൽ നിന്ന് വരെ പൈസ കൊടുക്കാനുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ ടാലി പ്രൈമിൽ ഡ്യൂറോ ഫണ്ടിന്റെ ലെഡ്ജറിൽ ഈ എമൗണ്ട് കൊടുക്കാനുള്ളതായിട്ട് കാണിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ ക്യാഷ് വരുന്ന സമയത്ത് നമുക്ക് അവർക്ക് പേയ്മെന്റ് കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മളത് പോസ്റ്റ് ചെയ്തിട്ടില്ല, നമ്മുടെ ക്യാഷ് എന്നും പറഞ്ഞ് വെറുതെ തെറ്റായി അടിച്ചു വെച്ച് കഴിഞ്ഞാൽ 1 മാസം കഴിഞ്ഞ് ഡ്യൂറോ ഫർണിച്ചറുകാരെ വിളിച്ച് ചോദിക്കും പൈസ ഇതുവരെ തന്നിട്ടില്ല, എന്തുകൊണ്ട് തന്നില്ല എന്ന്. ആ സമയത്ത് നമ്മൾ അക്കൗണ്ട് നോക്കുമ്പോൾ ഡ്യൂറോ ഫർണിച്ചർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ല, അവർക്കൊന്നും കൊടുക്കാനും ഇല്ല എന്ന് നമ്മൾ സിസ്റ്റത്തിൽ നോക്കുമ്പോൾ മനസ്സിലാവും തെറ്റായിട്ടുള്ള ഒരു അക്കൗണ്ടിങ് ആയിരുന്നു. കാരണം അവിടെ നമ്മൾ ക്യാഷ് അടിച്ച് വെച്ചത് നമ്മുടെ മിസ്റ്റേക്കാണ് അല്ലേ, പൈസ കൊടുത്തെന്നാണ് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ പൈസ കൊടുക്കാനുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മളിവിടെ എന്താണ് ഡ്യൂറോ ഫർണിച്ചറിന്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അവർക്ക് കൊടുക്കാനുള്ളതായിട്ട് ഇടപാടിൽ കാണിക്കേണ്ടതുണ്ട്. അതെന്തിനാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇവിടെ നിങ്ങൾക്ക് ഓഫീസ് ടേബിൾ, ഓഫീസ് ചെയർ, വെയിറ്റിംഗ് ചെയർ എന്നൊക്കെ പറഞ്ഞ് 3 അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്ത് സെപ്പറേറ്റും കാണിക്കാൻ പറ്റും. അതെല്ലാം ഒറ്റ അക്കൗണ്ടിന്റെ അണ്ടറിലും കാണിക്കാൻ പറ്റും. ഇപ്പൊ ഞാനിവിടെ ഒറ്റ അക്കൗണ്ടിന്റെ അണ്ടറിലാണ് കാണിക്കുന്നത്, സെപ്പറേറ്റ് കാണിക്കുന്നില്ല. ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഡ്യൂറോ ഫർണിച്ചർ, ടോട്ടൽ എമൗണ്ട് നോക്കുകയാണെങ്കിൽ 14,200 എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സിനെ എന്തുകൊണ്ട് നമ്മൾ എന്താണ് ഡെബിറ്റ് ചെയ്ത് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഇത് അസറ്റുമായി ബന്ധപ്പെട്ടുള്ള എന്താണ് അക്കൗണ്ട് ആണ്, റിയൽ അക്കൗണ്ട് ആണ് അല്ലേ. റിയൽ അക്കൗണ്ട് റൂൾ എന്താണ്? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ബിസിനസ്സിലേക്ക് അസറ്റ് വരുന്നതെങ്കിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഇവിടെ ഫർണിച്ചർ ബിസിനസ്സിലേക്ക് വരികയാണ്, അക്കാരണം കൊണ്ട് നമ്മൾ എന്താണ് അതിനെ ഡെബിറ്റ് ചെയ്തു. ഇവിടെ ഡ്യൂറോ ഫർണിച്ചർ നോക്കുകയാണെങ്കിൽ പേഴ്സണൽ അക്കൗണ്ട് ആണ്, ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ അല്ലേ. ആ ഇടപാടിൽ എന്താണോ സാധനം, അവിടെ ഫർണിച്ചർ ആണ് സാധനം, അത് റിസീവ് ചെയ്യുന്നതോ നൽകുന്നതോ ഇതാണ് അവിടെ നോക്കേണ്ടത്. ഇപ്പൊ ഫർണിച്ചർ റിസീവ് ചെയ്യുന്ന ആളെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം, നൽകുന്ന ആളെ ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അവിടെ നമുക്ക് ഡ്യൂറോ ഫർണിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൽകുന്നോ അതോ റിസീവ് ചെയ്യുന്നോ ചോദിച്ചാൽ അവർ ഫർണിച്ചർ നമുക്ക് നൽകുകയാണ്, ക്രെഡിറ്റ് ദ ഗിവർ, അതുകൊണ്ട് നമ്മൾ ഗിവറെ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ട്രാൻസാക്ഷൻ നമ്മളിങ്ങനെ പറയും ഫർണിച്ചർ അക്കൗണ്ട് ലെറ്റർ ടു ഡ്യൂറോ ഫർണിച്ചർ എന്നുള്ളതാണ്. എമൗണ്ട് 14,200. ഇത് നമുക്ക് എങ്ങനെയാണ് എന്താണ് ടാലി പ്രൈമിൽ പോസ്റ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പൊ ഈ ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യാൻ നമുക്ക് ടാലി പ്രൈമിൽ 2 അക്കൗണ്ടുകൾ വേണം. ഒന്ന് ഫർണിച്ചർ ആൻഡ് ഫിക്ചർ, മറ്റൊന്ന് ഡ്യൂറോ ഫർണിച്ചർ. ഇത് രണ്ടും നമ്മൾ ടാലി പ്രൈമിൽ ഇല്ല. ഈ 2 അക്കൗണ്ടുകളും നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഇടപാട് നമ്മൾ ടാലി പ്രൈമിൽ പോസ്റ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ വൗച്ചർ എടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് റെസിപ്റ്റ് വൗച്ചർ ആണോ, ഇത് പേയ്മെന്റ് വൗച്ചർ ആണോ? കാരണം നമ്മൾ ഡ്യൂറോ ഫർണിച്ചറിന് പൈസ കൊടുത്ത് അവിടെ ഫർണിച്ചർ വാങ്ങിയതാണോ എന്ന് ചോദിച്ചാൽ അവിടെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയതല്ല, അതുകൊണ്ട് ഇത് പേയ്മെന്റ് വൗച്ചർ അല്ല. ഇത് നമുക്ക് റെസിപ്റ്റ് വെച്ച് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്താണ് ഫർണിച്ചർ വിറ്റ് നമുക്ക് പൈസ കിട്ടിയതാണോ, ഫർണിച്ചർ വിറ്റതുമില്ല, പൈസ നമുക്ക് കിട്ടിയതുമില്ല അല്ലേ, അത്തരത്തിലൊരു ക്യാഷ് നമ്മളിവിടെ സ്വീകരിച്ചിട്ടില്ല, അതുകൊണ്ട് ഇത് റെസിപ്റ്റ് വൗച്ചറും അല്ല. അപ്പൊ ഇത് എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു ജേർണൽ വൗച്ചറാണ്. അപ്പൊ എന്തിനാണ് ഈ ജേർണൽ വൗച്ചർ ഉപയോഗിക്കുന്നത് വെച്ചാൽ അഡ്ജസ്റ്റ്മെന്റുകൾ ബിസിനസ്സിൽ പോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് അല്ലേ. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഫർണിച്ചർ വാങ്ങി പകരം ഡ്യൂറോ ഫർണിച്ചറിന് ഇത്ര രൂപ കൊടുക്കാനുണ്ട് എന്ന് കാണിക്കുകയാണ്. അവിടെ ക്യാഷിനാണ് ഫർണിച്ചർ വാങ്ങിയെങ്കിൽ നമുക്കറിയാം അത് പേയ്മെന്റ് വൗച്ചറാണ്. ഫർണിച്ചർ ബിസിനസ്സിൽ വന്നു, ക്യാഷ് ബിസിനസ്സിൽ നിന്ന് പോയി, പേയ്മെന്റ് വൗച്ചർ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പരിപാടിയെല്ലാം അവസാനിച്ചു. ഇത് നമ്മൾ അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല, കാരണം പൈസ നമുക്ക് ഡ്യൂറോ ഫർണിച്ചറിൽ കൊടുക്കാനുണ്ട്. അപ്പൊ അത്തരത്തിൽ കൊടുക്കാനുണ്ട് എന്ന് കാണിക്കാൻ ഡ്യൂറോ ഫർണിച്ചറിന്റെ ലെഡ്ജർ എടുത്തു കഴിഞ്ഞാൽ അവിടെ കൊടുക്കാനുള്ളതായിട്ട് കാണിക്കും. പേയ്മെന്റ് എപ്പോഴാണോ നമ്മൾ കൊടുക്കുന്നത് ആ സമയത്ത് ഒരു ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സീറോ ആവുള്ളൂ. അതുവരെ ആ ബാലൻസ് കൊടുക്കാനുള്ളതായിട്ട് ഡ്യൂറോ ഫർണിച്ചറിന്റെ അക്കൗണ്ടിൽ നമ്മുടെ ടാലി പ്രൈമിൽ കാണിക്കും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ജേർണൽ എൻട്രി പാസ് ചെയ്യുക. ഇത്തരത്തിൽ എന്തെങ്കിലും ഇടപാടുകൾ കൊടുക്കാനുണ്ടോ അല്ലെങ്കിൽ നമുക്ക് കിട്ടാനുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് അക്കൗണ്ടിങ് നമ്മൾ എന്താണ് ടാലിയിലായാലും ഏത് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിലായാലും നമ്മൾ ജേർണൽ വൗച്ചറുകൾ ഉപയോഗിക്കുന്നത്. ഇവിടെ ഡെബിറ്റും ക്രെഡിറ്റും ഉണ്ട്. നമ്മൾ ഇടപാടിൽ ഡെബിറ്റ് ചെയ്യുന്നത്
ഡെബിറ്റ് വാട്ട് കംസ് ഇൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ് വരുന്നത് എന്താണ്? ഫർണിച്ചർ ആൻഡ് ഫിറ്റേഴ്സ് ആണ് അല്ലേ? അത് ലിസ്റ്റ് ഓഫ് ലെഡ്ജർ അക്കൗണ്ടിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല, പുതിയൊരു ഐറ്റം ആണ്, അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഞാൻ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷനിൽ പോകുന്നു, നമ്മൾ എൻ്റർ ചെയ്യുന്നു ഫർണിച്ചർ ആൻഡ് ഫിറ്റേഴ്സ്. അത് അണ്ടർ ഏതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഫിക്സഡ് അസറ്റ് ആണ് അല്ലേ? ജസ്റ്റ് നമ്മൾ എന്താണ് എൻ്റർ ചെയ്ത് പോവുക. ആ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. എമൗണ്ട് നമുക്കറിയാം 14,200 ആണ് അല്ലേ? 3 ഐറ്റംസ് ആണ് നമ്മൾ വാങ്ങിയത്. ഇനി ക്രെഡിറ്റ് അക്കൗണ്ട് ഏതാണെന്ന് ചോദിച്ചാൽ അവിടെ ക്യാഷ് അല്ല, അവിടെ നമ്മൾ കടത്തിനാണ് വാങ്ങിയത്. കടത്തിന് സാധനം തന്നെ നമ്മൾ ഡൂറോ ഫർണിച്ചറാണ്, അവർക്കാണ് നമ്മൾ പൈസ കൊടുക്കേണ്ടത്. അപ്പോൾ അവരെ അക്കൗണ്ട് കൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം അല്ലേ? ഒന്നുകിൽ നമുക്ക് Alt C അടിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ആ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷനിൽ പോയി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഞാൻ ചെയ്യുന്നത് ഡൂറോ ഫർണിച്ചർ അല്ലേ? അപ്പോൾ ഇവിടെ ഏത് അക്കൗണ്ട് അണ്ടറിൽ ക്രിയേറ്റ് എന്ന് ചോദിച്ചാൽ പൈസ ബിസിനസ്സിൽ നമുക്ക് തരാനുള്ള ആൾക്കാരാണെങ്കിൽ നമ്മളിവിടെ സൺഡ്രി ഡെറ്റേഴ്സിന്റെ അണ്ടറിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. കറണ്ട് അസറ്റ് ആണ്, നമുക്ക് അസറ്റ് ആയിട്ടുള്ളതാണ്, ബിസിനസ്സിൽ പൈസ നമുക്ക് കിട്ടാനുള്ളതാണ്. ഇനി നമ്മൾ പൈസ ആർക്കെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് സൺഡ്രി ക്രെഡിറ്റേഴ്സിന്റെ അണ്ടറിലാണ്. അതായത് ബിസിനസ്സിന് ഒരു ബാധ്യതയാണ്, ലൈബിലിറ്റി ആണ്, ഈ പൈസ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് അല്ലേ? അപ്പം നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് ഡൂറോ ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ ഫർണിച്ചർ നമ്മൾ കടത്തിന് വാങ്ങിയിട്ടുള്ള, നമ്മൾ പൈസ കൊടുക്കേണ്ട, നമുക്ക് ലൈബിലിറ്റി ഉള്ള ഒരു കസ്റ്റമർ ആണ്. അതുകൊണ്ട് തന്നെ സൺഡ്രി ക്രെഡിറ്റേഴ്സിന്റെ അണ്ടറിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്നു സൺഡ്രി ക്രെഡിറ്റേഴ്സ് വാരിപ്പള്ളി കൊല്ലം. ജസ്റ്റ് എന്താണ് എൻ്റർ ചെയ്ത് പോവുകയാണ്. ഡൂറോ ഫർണിച്ചർ ഇവിടെ ക്രിയേറ്റ് ചെയ്തു, എമൗണ്ട് 14,200 അല്ലേ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബിസിനസ്സിലെ അസറ്റുമായി ബന്ധപ്പെട്ട ഒരു 14,200 രൂപ എന്താണ് സാധനം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡൂറോ ഫർണിച്ചറിന് 14,200 രൂപ കൊടുക്കാനുമുണ്ട്. ഒരു ലൈബിലിറ്റിയും ആ സമയം തന്നെ എന്താണ് ബിസിനസ്സിൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും ശ്രദ്ധിക്കുക. അക്കൗണ്ടിൽ നിന്ന് 2 പാർട്ടാണ്. ഒരു പാർട്ടിൽ ഒരു സാധനം വരുന്നെങ്കിൽ മറ്റേ പാർട്ടിൽ ഒരു സാധനം പോകും. ഒരു പ്രോഡക്റ്റ് വരുമ്പോൾ ക്യാഷ് പോകും, അല്ലെങ്കിൽ എന്താണ് ക്യാഷ് വരുമ്പോൾ ഒരു പ്രോഡക്റ്റ് പോകും. ഇതാണ് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കി വെക്കേണ്ട ഒരു ലോജിക്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് നരേഷ് എഴുതുകയാണ് അല്ലേ? ബീയിങ് ഫ്രം ഡൂറോ ഫർണിച്ചർ. ഇൻവോയ്സ് നമ്പറൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഇൻവോയ്സിന് അഗെയിൻസ്റ്റ് ആണ് അത് വാങ്ങിയെന്നൊക്കെ അറിയാൻ പറ്റും. ഇൻവോയ്സ് നമ്പർ 202, ഡേറ്റ് 5/4/2024, ഓൺ ക്രെഡിറ്റ് അല്ലേ? കടത്തിനാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇത് ഇത്രയും വേണ്ടി ഞാൻ ഇവിടെ സേവ് ചെയ്യാം. ഇപ്പോൾ ഡൂറോ ഫർണിച്ചറിന്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മാക് കൺസൾട്ടൻസി സർവീസുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ഇടപാടുകൾ നമ്മൾ നടത്തിയിട്ടുണ്ടെന്ന് നമുക്കിവിടെ ഡേ ബുക്കിൽ വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നടത്തിയ 4 ട്രാൻസാക്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം അല്ലേ? ഒന്ന്, നമ്മൾ ക്യാപിറ്റൽ 8 ലക്ഷം രൂപ ബിസിനസ്സിൽ വന്നു. അതോടൊപ്പം തന്നെ 5 ലക്ഷം രൂപ ക്യാഷ് ആയിട്ട് നമ്മൾ എന്താണ് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. 2,000 രൂപ പേയ്മെന്റ് കൊടുത്തു സ്റ്റേഷനറി വാങ്ങിക്കുന്നതിന് വേണ്ടി. ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സ് അല്ലേ? ഞാൻ വൗച്ചർ പാസ് ചെയ്തുകൊണ്ട് 14,200 രൂപയ്ക്ക് സാധനം വാങ്ങിച്ചു ഡൂറോ ഫർണിച്ചർ എന്ന കടത്തിന്. അപ്പൊ ഇത്രയും ഇടപാടുകൾ 4 ട്രാൻസാക്ഷൻസ് നമ്മൾ മാക് കൺസൾട്ടൻസി സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തി അല്ലേ?